ഓക്കെ, റെക്കോർഡിംഗ് ഓണാണ്. അനീസ, വേറെ ആരാണ്? എനിക്ക് കുറച്ചുകൂടെ തംസപ്പ് വേണം ചാറ്റ് ബോക്സിൽ. നിങ്ങൾ തരുന്നൊരു എനർജിയാണ് എന്നിൽ നിന്ന് അങ്ങോട്ട് എനർജി വരിക. സ്ക്രീൻ നോക്കി സംസാരിക്കുക ഒരു രസവും ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നവിത ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എൻ്റെ പേര് മറിയം എന്നാണ്, ക്രിങ്കിന്റെ കോ ഫൗണ്ടർ ആണ്. ക്രിങ്ക് എന്ന് പറയുന്നത് പേരന്റിങ്ങിൽ ഇപ്പോഴത്തെ കാലത്തെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേമാണ്. ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ കൊച്ചി ബേസ്ഡ് ആണ്, പക്ഷെ നമ്മുടെ സർവീസസ് ഒക്കെ ഓൺലൈൻ ആണ്. ഇപ്പോൾ നിങ്ങൾ ആക്സസ് ചെയ്യുന്ന പോലെ ഓൺലൈൻ ആണ്. എനിക്ക് 4 കുട്ടികളാണ്. മൂത്ത ആൾക്ക് 13 വയസ്സ്, 12 വയസ്സ്, 10 വയസ്സ്, 8 വയസ്സ്. നിങ്ങളുടെ കുട്ടികളുടെ ഏജ് ഒക്കെ എത്രയാണ്? ഒന്ന് ചാറ്റ് ബോക്സിലിട്ടോ. ഓക്കെ, 14, 8, 11, 4 ആൻഡ് ജെയിംസ്, ശുഭ്ന, ബിന്ദുശ്രീ 12, 10, 13. ഓക്കെ, ഇപ്പൊ കൂടുതലും വലിയ ഏജ് ഗ്രൂപ്പ് ആണെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ എല്ലാവരും ഇടും കേട്ടോ, അപ്പോഴാണ് എനിക്ക് ആ ഒരു ഏജ് ഗ്രൂപ്പിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, 16, 15, 13, 8, 10, 14. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. അപ്പൊ ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് തന്നെ ചാറ്റിൽ ഉണ്ടായിരിക്കുക, അപ്പോഴാണ് എനിക്ക് ഒരു ഇതുള്ളത്, നിങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻസ് നമ്മൾ ടുവേർഡ്സ് എൻഡ് എടുക്കുന്നതായിരിക്കും. എന്നാൽ ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. ചില ക്വസ്റ്റ്യൻസ് ഞാൻ അന്നേരം ആൻസർ ചെയ്യും, ചിലത് ടുവേർഡ്സ് എൻഡ് നമ്മൾ വെച്ചിരിക്കും. പിന്നെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് കേട്ട് മറക്കുന്ന ഒരു സെഷൻ ആകരുത് എന്ന് ക്യൂ ലൈവിനും ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ എൻഡിൽ നമ്മൾ കുറച്ച് ആക്ഷൻ സ്റ്റെപ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഈ സെഷനിൽ നിന്ന് കിട്ടിയ ലേണിങ്സ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആക്കാനായിട്ട്, നിങ്ങളുടെ ലൈഫിൽ ആസ് എ പേരന്റ് ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാനായിട്ടുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ആക്ഷൻ സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ഷൻ സ്റ്റെപ്പാണ്, പക്ഷേ ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ് അതിന് നല്ലൊരു ഇമ്പാക്റ്റ് ഉള്ള ആക്ഷൻ സ്റ്റെപ്സ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ പ്രാവർത്തികമാക്കി കീപ് ട്രൈ. അത് വരുന്ന ഡീറ്റെയിൽസ്, അതായത് എന്താണ് നിങ്ങൾ ഈ മന്ത് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ സെഷനിലും ഡിസ്കസ് ചെയ്യും. ഒരു PDF ആയിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. ക്യൂ ലൈവ് സെഷന് ശേഷം ഇന്ന് നൈറ്റോ അല്ലെങ്കിൽ ബൈ ടുമോറോ മോർണിംഗോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആസ് എ പേരന്റ് എന്തൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടീസ്, പിന്നെ നമ്മൾ വാട്ട് കൈൻഡ് ഓഫ് എ പേരന്റ് വി ആർ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും. ഇമോഷണൽ ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതും, നമ്മൾ അവിടെ ആ ഒരു ഏരിയയിൽ മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്സും, എങ്ങനെ നമുക്ക് ഇമോഷണലി ഹെൽത്തി ആയിട്ട് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാം എന്നുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ സ്ട്രഗിൾസ് ആസ് എ പേരന്റ്? ഞാനൊരു മദറാണെന്ന് പറഞ്ഞല്ലോ, കൂടാതെ ഒരു ഡെയിലി ബേസിസിൽ ഒരുപാട് പേരൻസിൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഏറെക്കുറെ എന്താ പറയുക, പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അറിയാം. നിങ്ങൾ ആസ് എ പേരന്റ് നിങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്യുന്ന, ഇപ്പോഴത്തെ പോയിന്റിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് കുട്ടികളിൽ നിന്ന്? അൺമ്യൂട്ട് ചെയ്ത് പറയാം, ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. ഷാദിയ പറയുന്നു സ്ക്രീൻ ടൈം. കോവിഡ് ടൈമിൽ നമ്മൾ കൊടുത്ത സ്ക്രീൻ ആണല്ലേ ഇതുവരെ കുട്ടികളുടെ കയ്യിൽ നിന്ന് മാറിയിട്ടില്ല അല്ലെ? പിന്നെ ആങ്കർ ഇഷ്യൂസ് കുട്ടിയുടെ ആണോ നമ്മുടെ ആങ്കർ ഇഷ്യൂസ് ആണോ? സജ്ന ബോത്ത്. പിന്നെ മറ്റെന്തൊക്കെയാണ്? നമ്മളിത് ഐഡിയലായിട്ട് കേൾക്കുന്ന ഒരു സെഷൻ ആക്കരുത് നിങ്ങൾ. ഒരു 2 വേ ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള ഇൻപുട്ട് കിട്ടിയാലാണ് എനിക്ക് ആപ്റ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മളിപ്പോൾ എന്തൊക്കെ പണിയുടെ ഇടയിലാണെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സ് ഒന്ന് റെഡിയാക്കി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുമ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്യാം.
ഓക്കെ, സജന പറയുന്നു സ്വന്തം ആങ്കർ ഇഷ്യൂസ് എന്ന് പറയുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് പറഞ്ഞ് അറിയുന്ന കാര്യങ്ങളാണ്. എത്ര പറഞ്ഞാലും കുട്ടി അനുസരിക്കുന്നില്ല, കുട്ടിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് ശബ്ദം ഉയർത്തേണ്ടി വരുന്നു, ഇപ്പൊ സജന പറഞ്ഞ പോലെ തന്നെ എനിക്ക് ദേഷ്യപ്പെടേണ്ടി വരുന്നു, അടിക്കേണ്ടി വരുന്നു എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴും നമ്മൾ കുട്ടികളുടെ കുറേ ആസ്പെക്ട്സ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ കുട്ടികളുടെ ആ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് മെയിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഏരിയാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പലതും നമ്മൾ ചെയ്യുന്നതാണ്. അവയിൽ എന്തെങ്കിലും ഒരു ഫൈൻ ട്യൂണിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാം അവിടെ. അപ്പൊ ഒന്നാമത്തത് ഫിസിക്കൽ വെൽനെസ്. ഫിസിക്കൽ വെൽനെസ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്ത്, ഫിറ്റ്നസ്, അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക, കുട്ടിയിൽ എക്സസൈസ് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടി നല്ല ഫിസിക്കലി ആക്റ്റീവ് ആണ് എന്ന് എൻഷുർ ചെയ്യുക. എപ്പോഴും സ്ക്രീനിന് ഫ്രണ്ടിലല്ല, അവർ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്, ഫിസിക്കലി നല്ല ആക്റ്റീവ് ആണെന്ന് എൻഷുർ ചെയ്യുക. അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടുന്നു എന്ന് എൻഷുർ ചെയ്യുക. അവര് ഹൈജീൻ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഫിസിക്കൽ വെൽനെസ്സിനകത്ത് വരുന്നത്. അടുത്ത രണ്ടാമത്തത് ഇമോഷണൽ വെൽനെസ്. ഇമോഷണൽ വെൽനെസ് ഫോക്കസ് ചെയ്യുന്നത് ഒരു കുട്ടിയുടെ മെന്റൽ ഹെൽത്ത് അല്ലെ, ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതിൽ കുട്ടിയുടെ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് വരും. അവർക്ക് അവരുടെ ഇമോഷൻസ് റൈറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അത് മാനേജ് ചെയ്യാനുള്ള കോപ്പിംഗ് സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കുക. അവരുടെ സെൽഫ് ഇമേജിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവരിക, റെസിലിയൻസ് ഉണ്ടാക്കുക, ഒരു സപ്പോർട്ടീവ് എൻവയൺമെന്റ് വീട്ടിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെജോറിറ്റി ഒരു ഇമോഷണൽ ഹെൽത്തിനകത്ത് വരുന്നത്. മൂന്നാമതായി ഇന്റലക്ച്വൽ വെൽനെസ്. ഇന്റലക്ച്വൽ വെൽനെസ് എന്ന് പറയുന്നത് നമ്മൾ പലരും നല്ല സീരിയസ് ആയി എടുക്കുന്ന പേരൻസ് ആണ്, അതുകൊണ്ടാണല്ലോ ക്യൂ ലൈവില് നിങ്ങളുള്ളതും. അപ്പോൾ ഇത് കുട്ടികളുടെ പഠിത്തം, അവരുടെ ക്യൂരിയോസിറ്റി, ലേണിങ്ങിനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക, അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുക, പഠിക്കാനുള്ള ഒരു ഇഷ്ടം ഡെവലപ്പ് ചെയ്യുക. ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അടുത്തതായി സോഷ്യൽ വെൽനെസ്, അതായത് കുട്ടിയുടെ മറ്റുള്ള കുട്ടികളുമായി ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ആ ഒരു കഴിവും സോഷ്യൽ സ്കിൽസ്, മറ്റൊരാളുമായിട്ട് എമ്പത്തറ്റിക് ആയിട്ടും കൈൻഡ് ആയിട്ടും അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുക, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് സോഷ്യൽ സ്കിൽസിനകത്ത് വരുന്നത്. ഇനി അടുത്തത് സ്പിരിച്വൽ വെൽനെസ്. സ്പിരിച്വൽ വെൽനെസ് എന്ന് പറയുമ്പോൾ ഒരു സെൻസ് ഓഫ് പേർപ്പസ് ഉണ്ടാവൂലേ, നമുക്ക് ഓരോരുത്തർക്കും ഒരു വാല്യൂ ഉണ്ടാവും അല്ലെ, ആ വാല്യൂ ആയിട്ട് കണക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പവറിലേക്ക് അവരെ കണക്ട് ചെയ്യുക, ഒരു ലൈഫിലേക്ക് തന്നെ ഒരു ഹംബിൾനെസ് കൊണ്ടുവരിക, ഒരു റിലീജിയസ് പേഴ്സൺ ആണെങ്കിൽ റിലിജിയനിലോട്ട് കണക്ട് ചെയ്യുക. ഇതൊക്കെ ആണ് എന്താണ് ഒരു സ്പിരിച്വൽ വെൽനെസ്സിൽ വരിക, ലൈഫിലൊരു സമാധാനം കുട്ടിക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണോ അല്ലേ? പറയും. നിങ്ങൾക്കൊക്കെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എന്നറിയാനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, നൈസ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ നേടിയെടുക്കാൻ നമ്മൾ പല ടൂൾസ് യൂസ് ചെയ്യും. ഇപ്പൊ കുട്ടീനെ കൊണ്ട് ഫിസിക്കൽ ഹെൽത്ത്, പുറത്തു പോയി കളിക്കണം എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുന്നത് പല രീതിയിൽ നമ്മൾ എൻഷുർ ചെയ്യും. അതുപോലെ തന്നെ ഹൈജീൻ, ഇപ്പൊ സ്പിരിച്വൽ വെൽനെസ് ആണെങ്കിലും സോഷ്യൽ സ്കിൽസ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മൾ പല സ്കിൽസ് അതിനായിട്ട് പല രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ മെത്തേഡ്സും ശരിക്കും പോസിറ്റീവായിട്ട് വരണം എന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ചെറിയ വാവയായിരുന്ന സമയത്ത് നമ്മൾ ഫുഡ് കൊടുത്തു തുടങ്ങുന്ന സമയത്ത് കുട്ടികൾ ചിലര് അധികം അങ്ങനെ ഫുഡ് കഴിക്കാത്തൊരു സമയമായിരിക്കും. അപ്പൊ ആ സമയത്ത് പേരൻസ് പൊതുവെ ചെയ്യുക ഫോഴ്സ് ഫീഡ് ചെയ്യും, എങ്ങനെയെങ്കിലും കുത്തി നിറച്ച് കുറച്ചുകൂടെ നമ്മൾ കൊടുത്ത് ഫോഴ്സ് ഫീഡ് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് എൻഷുർ ചെയ്യേണ്ടത് കുട്ടി ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്, അവന് ഫുഡ് മിസ്സാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എൻഷുർ ചെയ്യേണ്ടത്. നമ്മുടെ ഇന്റൻഷൻ അവിടെ വളരെ നല്ലതാണ്, പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്ന മാർഗം അവിടെ ചിലപ്പോൾ നന്നാവണം എന്നില്ല. അപ്പൊ ഫോഴ്സ് ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്താ പറ്റുക, കുട്ടി ഭക്ഷണം കഴിക്കും എന്നുള്ള പോസിറ്റീവാണ്, കുറച്ചുകൂടെ ഭക്ഷണം ഉള്ളിൽ ചെല്ലും, ആരോഗ്യം കിട്ടും എന്നുള്ളത് ചിലപ്പോൾ ഒരു പോസിറ്റീവ് ആയിരിക്കാം. പിന്നെ അതുകൊണ്ടുള്ള നെഗറ്റീവ് എന്താണ്? ഫുഡ് ഹേറ്റ് ചെയ്ത് തുടങ്ങും. അതെ, പതുക്കെ ഫുഡ് ഹേറ്റ് ചെയ്ത് തുടങ്ങും കുട്ടി. പിന്നെ നമ്മള് എക്കാലത്തും പിറകെ ചിലപ്പോൾ ഓടേണ്ടി വരും. അടുപ്പ് തോന്നും.
മടുപ്പ് തോന്നും, പിക്കി ഈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും മടുപ്പ് തുടങ്ങിയതിന് ശേഷം. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി ചിലപ്പോൾ നമ്മളിൽ നിന്ന് കൈവിട്ട് പോയേക്കാം, ശരിയല്ലാത്ത രീതിയിലായേക്കാം. അപ്പൊ അവിടെയാണ് നമ്മൾ എന്താണ് നമ്മുടെ പേരന്റിങ് സ്റ്റൈൽ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരുടെയും കയ്യിൽ പേനയോ പേപ്പറോ മറ്റോ ഉണ്ടോ? ഞാൻ ഈ അടുത്ത് കുറച്ച് പേരന്റിങ് സ്റ്റൈൽസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പറയും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ദിസ് ഇസ് എക്സാക്ട്ലി ലൈക്ക് മീ, ഞാൻ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് തോന്നുന്നെങ്കിൽ ഇ എന്ന് മാർക്ക് ചെയ്യുക. ആ പേരന്റിങ് സ്റ്റൈൽ നോട്ട് ചെയ്യുക, ഇ എന്നും മാർക്ക് ചെയ്യുക. ചിലപ്പോഴൊക്കെ ഞാൻ ഇതിങ്ങനെയാണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് എന്നൊക്കെ തോന്നുന്നെങ്കിൽ സംവാട്ട് ലൈക്ക് മീ, എസ് മാർക്ക് ചെയ്യുക. ഇത് ഞാനേ അല്ല എന്ന് തോന്നുന്നെങ്കിൽ എൻ എന്ന് മാർക്ക് ചെയ്യുക. റെഡിയാണോ? എനിക്ക് തംസ് അപ്പ് കിട്ടിയാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് പാരന്റിനെ കുട്ടികളെ കുറിച്ചിട്ടാണ്. പേരന്റിനെ കുറിച്ച്, നമ്മളെ കുറിച്ച്, പേരൻസിനെ കുറിച്ച്, നമ്മൾ ഏത് രീതിയിലാണ് പേരന്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡിയാണോ എല്ലാരും? ഓക്കെ. അപ്പോ ഒന്നാമത്തേത് ഇതാണ്, ഭയങ്കര കോമൺ രീതിയിൽ നമ്മൾ പണ്ടോട്ടെ കണ്ടുവരുന്ന ഒരു പേരന്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറിയൻ പേരന്റിങ്. നമ്മൾ ആലോചിച്ചാൽ നമ്മളെ ചൈൽഡ്ഹുഡിൽ നമ്മൾ കണ്ടു മറന്ന പല ഫാമിലീസിലും ഉള്ളൊരു പേരൻസ് എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയിലായിരിക്കും ചിലപ്പോ. ഇവിടെ എന്ന് പറഞ്ഞാൽ പേരൻസിനാണ് ഒരു ഫൈനൽ വേർഡ് എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കുക. അതും ഇത് ഞാൻ പറയുന്നോണ്ട് അനുസരിക്കണം നീ എന്നുള്ള കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അവിടെ ഞാൻ അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ് എന്നുള്ള ആ ഒരു പവർ ഉണ്ടല്ലോ, അതായിരിക്കും കുട്ടികളുടെ മേലെ എപ്പോഴും എടുക്കുക. അപ്പൊ ഇവിടെ കുട്ടികൾക്കറിയാം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്, എന്ത് ചെയ്താൽ പ്രശ്നമാണ് എന്നുള്ള ബൗണ്ടറീസ് ഒക്കെ ഭയങ്കര ക്ലിയർ ആണ്. കാര്യം കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാർഷ് രീതിയിലായിരിക്കും അവർക്ക് കോൺസിക്വൻസസ് എത്തിപ്പെടുക. ഇതിന്റെ ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ കുട്ടികളെ വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് പേരൻസിനോടുള്ള റെസ്പെക്ട് തീരെ ഇല്ലാതാവും. കൂടാതെ ഈ പേരന്റിങ് സ്റ്റൈൽ ഒരു തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി ഇല്ല. അതായത് എവറിത്തിങ് ഹാസ് ടു ഗോ മൈ വേ എന്നുള്ളതാണല്ലോ. അപ്പൊ പതുക്കെ ഇപ്പൊ ആദ്യം നമ്മൾ നോക്കുമ്പോൾ തോന്നും ഞാനൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് അടിക്കുമ്പോൾ എനിക്ക് കാര്യം നടക്കുന്നുണ്ട്, കുട്ടി അനുസരിക്കുന്നുണ്ട് നമുക്ക് തോന്നും. പക്ഷെ അത് നമ്മുടെ ഒരു ചെറിയൊരു ഷോർട്ട് ടേമിലെ വിന്നാണത്. എന്നാൽ ഒരു ലോങ് ടേമിൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ നെഗറ്റീവ്സ് ഉണ്ടാവുക? നമ്മൾ ഹാർഷ് മെത്തേഡ്സ് ഓഫ് പണിഷ്മെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ എന്തായിരിക്കാം നെഗറ്റീവ്സ് ഉണ്ടാവുക? അവർക്ക് തിരിച്ച് ദേഷ്യം പിടിക്കും, ആങ്കർ. അതെ, അവരും തിരിച്ച് ഭയങ്കരമായിട്ട് റെബലിയസ്, അവർക്കുള്ളിൽ ദേഷ്യം കൂടുക ചെയ്യുക. അപ്പൊ ഈ കൈൻഡ് ഓഫ് പേരൻസിന് അവരുടെ റിലേഷൻഷിപ്പിൽ, അതായത് പേരന്റും ചൈൽഡുമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന മൊമെന്റ്സ് വളരെ ലാക്കിംഗ് ആയിരിക്കും. ചില പേരൻസിന് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ തന്നെ അറിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും. അപ്പൊ ആ ഒരു പേരന്റ് ചൈൽഡ് റിലേഷനിൽ വേണ്ടുന്ന ഒരു വാംത്ത് ഉണ്ടല്ലോ, ഒരു സ്നേഹം, അത് കംപ്ലീറ്റ്ലി മിസ്സിങ് ആയിരിക്കും. അപ്പൊ അതിന്റെ റിസൾട്ടായിട്ടും ഈ ഓവർ സ്ട്രിക്ട്നെസിന്റെ ഭാഗമായും കുട്ടികൾ ഒരുപാട് റെബല്യസ് ആവുകയും ഭയങ്കര സ്റ്റബേൺ നേച്ചർ പിന്നെ കാണിക്കുകയും ഈ പേരൻസിന്റെ തന്നെ കോപ്പി ചെയ്ത് അതേപോലെ കുട്ടികൾ കാണിക്കാൻ തുടങ്ങും. അത് മാത്രമല്ല, പിന്നെ ആദ്യം പേരൻസ് കാണിച്ച പോലെ എവറിത്തിങ് ഹാസ് ടു ഹാപ്പൻ മൈ വേ എന്നുള്ളത് പിന്നെ കുട്ടികൾ കാണിക്കാൻ തുടങ്ങും. അതൊക്കെ അവർ ഭയങ്കര സീക്രട്ടീവ് ആവും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഡൗൺ സൈഡ്. അപ്പൊ ഈ ടൈപ്പ് ഓഫ് പേരന്റിങ് നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരോടും പറയണ്ട, ഞാൻ ചോദിക്കത്തുമില്ല. ഐ ജസ്റ്റ് വോണ്ട് യു ഓൾ ടു റിയലൈസ് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് എക്സാക്ട്ലി തോന്നുന്നുണ്ടെങ്കിൽ ഈ മാർക്ക് ചെയ്യുക. ഇടയ്ക്ക് ഇങ്ങനെയാണ് ഞാൻ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എസ് മാർക്ക് ചെയ്യുക. തീരെ ഇത് എന്റെ കാറ്റഗറി അല്ല എന്ന് തോന്നുന്നെങ്കിൽ എന്നെ മാർക്ക് ചെയ്യാം. അടുത്തതിലോട്ട് മൂവ് ഓൺ ചെയ്യാം. റെഡിയാണോ? മാർക്ക് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, സുപ്ന. അപ്പൊ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാറ്റഗറിയാണ്. അപ്പോൾ അതാണ് പെർമിസീവ് പേരന്റിങ് എന്ന് പറയുന്നത്.
ഇതില് കുട്ടികൾ എന്ത് ചോദിച്ചാലും നടത്തി കൊടുക്കുന്ന ടൈപ്പ് ഓഫ് പേരൻസ്. അതിൽ ഒരുപാട് സ്നേഹമുണ്ട്, അവർ ഒരുപാട് ലവ് എക്സ്പ്രസ് ചെയ്യും, ആ റിലേഷൻഷിപ്പിൽ വാംത്ത് മാത്രമേ ഉള്ളൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവർക്കൊരു ബൗണ്ടറീസും ഇല്ല. കുട്ടിയോട് എങ്ങനെയാ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാ കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ലാക്കിംഗ് ആയിരിക്കും ഈ പേരൻസിന്. എപ്പോഴും കുട്ടികളെ ആഗ്രഹിക്കുന്ന മാതിരി അവരുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വിട്ടാൽ അത് നല്ലതാണോ? എന്ത് പറയുന്നു? അല്ല. അവരറിയണം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവയാണ്, ചിലത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തവയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കോൺസിക്വൻസസ് ഉണ്ടാവും. അതെന്തൊക്കെ ഏതൊക്കെ രീതിയിലെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒന്നാണ്. പക്ഷേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക എന്നുള്ളതും അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതും അത് നമ്മൾ ആസ് പേരൻസ് നമ്മുടെ ഡ്യൂട്ടിയാണ് അല്ലേ? അപ്പൊ ആ ഒരു ഡ്യൂട്ടി മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്, ആ ഡ്യൂട്ടി ചെയ്യുന്നതിൽ നിന്ന് മിസ്സാവുന്ന ഒരു കാറ്റഗറിയാണ് പെർമിസീവ് കൈൻഡ് ഓഫ് പേരന്റിങ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഒരുപാട് സ്നേഹം കൊടുക്കും, അവര് കാണിക്കുന്ന വഴിയിലൂടെ ആയിരിക്കും പേരൻസ് പോവുക. ഇവർക്ക് ഈ ടൈപ്പ് ഓഫ് പേരൻസിന് പറ്റുന്ന വേറൊരു അബദ്ധം എന്ന് വെച്ചാൽ അവർ കുട്ടികളുടെ മേൽ ഒരുപാട് ചോയ്സസ് ഇടും. അതായത് ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനേക്കാളും ഉപരി അതിന് മേലെയുള്ള കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചൂസ് ചെയ്യാൻ പറയും, കുട്ടികളോട് ഡിസൈഡ് ചെയ്യാൻ പറയും. അപ്പോൾ അത് കുട്ടികളുടെ ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു ഭാഗത്തേക്ക് അവർ ചിന്തിച്ച് അവരൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റാവാം, ചിലപ്പോൾ ശരിയാവാം. അപ്പൊ അതിൻ്റെ ഒരു ബേർഡൻ അവര് ചുമക്കേണ്ട ഒരു അവസ്ഥയിലേക്കും പോയി കാണുന്നുണ്ട്. നമ്മുടെ ശരിയായ അപ്രോച്ച് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ചോയ്സസ്, അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചോയ്സസ് അവർക്ക് കൊടുക്കുക, അതിൽ അവരെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അവർ പതുക്കെ വളർന്ന് വലുതായി വരുമ്പോൾ അവർക്ക് അന്നേരം ഉണ്ടാകുന്ന സിറ്റുവേഷൻസിലേക്ക് റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എടുക്കാൻ അവർക്ക് സാധിക്കും. അപ്പൊ പെർമിസീവ് ടൈപ്പ് ഓഫ് പേരന്റിങ് ആണ് നിങ്ങളുടേത് എന്ന് തോന്നുന്നെങ്കിൽ ഈ മാർക്ക് ചെയ്യുക. ഇടയ്ക്ക് നിങ്ങൾ അങ്ങനെയാണ് എന്ന് തോന്നുന്നെങ്കിൽ എസ്, ഒട്ടും അല്ലെങ്കിൽ എൻ. അപ്പൊ മൂവിങ് ഓൺ ടു ദ തേർഡ് വൺ, അൺഇൻവോൾവ് അല്ലെങ്കിൽ നിഗ്ലെക്ട്ഫുൾ പേരന്റിങ്. ഇതെന്ന് പറയുന്നത് പെർമിസീവുമായിട്ട് കുറച്ചൊരു സിമിലാരിറ്റി ഉണ്ട്. ഇൻ ദ സെൻസ് അവിടെ ബൗണ്ടറീസ് ഒക്കെ കുറവാണെന്നുള്ളത്. പക്ഷെ ആ ഒരു നേർച്ചറിങ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി ഇല്ല ആ റിലേഷനിൽ. അൺഇൻവോൾവ് പേരൻസ് എന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ്ലി ഒരു ഹാൻഡ്സ് ഫ്രീ ആണ്, ദേ ആർ നോട്ട് ബോതേർഡ്. കുട്ടിക്ക് ചെയ്യണോ ചെയ്തോട്ടെ എന്താ, ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ കുട്ടികൾക്ക് പേരൻസിൻ്റെ നിന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹവും ഇല്ല, അവർ ഭയങ്കര നെഗ്ലെക്റ്റഡ് ആണ് ലൈഫിൽ. സ്റ്റഡീസ് പറയുന്നത് പീപ്പിൾ ഹു ആർ റേസ്ഡ് ബൈ ഇങ്ങനത്തെ നിഗ്ലെക്ട്ഫുൾ പേരൻസ് ദേ ഗെറ്റ് ഇൻ ടു ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതിലോട്ടൊക്കെ ഒരുപാട് വേഗം പോകാൻ ചാൻസ് ഉണ്ടെന്നാണ്. കാര്യം അവരുടെ ഒരു ഇമോഷണൽ കപ്പ് അത് ഫിൽഡ് അല്ല ലൈഫിൽ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യൂലേ, നിങ്ങൾക്ക് ഒരു ഇമോഷണൽ കപ്പ് നിങ്ങളുടെ ഫിൽ ആവുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെന്നോ ഹസ്ബൻഡിൻ്റെന്നോ വൈഫിൻ്റെന്നോ നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന ഡേയ്സ് ആണെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും അല്ലേ? വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നാലും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ ആ ഒരു പോസിറ്റിവിറ്റി പേരൻസിൽ നിന്ന് കിട്ടാതെ വളരുന്ന കുട്ടികൾ അവര് വേഗം തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടാതെ തന്നെ അവര് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവർക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ പതുക്കെ കാലം കഴിയും തോറും നമ്മൾ അവർക്കും ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലാതാകും. അതാണ് നിഗ്ലെക്ട്ഫുൾ ടൈപ്പ് ഓഫ് പേരന്റിങ്. ഇത് നിങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഇ എന്ന് മാർക്ക് ചെയ്യുക, ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ എസ്, ഒട്ടും വരുന്നില്ലെങ്കിൽ എൻ. ഇനി അടുത്തത് അതൊരു ഒഫീഷ്യൽ ടൈപ്പ് ഓഫ് പേരന്റിങ് അല്ല, പിന്നെ വന്ന കാറ്റഗറീസ് ആണ്. അതായത് ഹെലികോപ്റ്റർ പേരന്റിങ്. അതിൽ ഒരുപാട് പേരന്റിന്റെ ഓവർ ഇൻവോൾവ്മെന്റ് ഇൻ ദ ചൈൽഡ്സ് ലൈഫാണുള്ളത്. ഒരുപാട് മൈക്രോ മാനേജിങ്, ഓരോ കാര്യം അത് ഈ രീതിയിൽ ഇങ്ങനെ തന്നെ കുട്ടി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഓരോ സെക്കൻഡും ഹോവർ ചെയ്യുന്ന ഒരു പേരന്റാണ് ഹെലികോപ്റ്റർ പേരന്റ്. അപ്പൊ ഇവിടെ കുട്ടിക്ക് സംഭവിക്കുന്നത് അവർക്ക് ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാനോ അതിനൊന്നും ഒരു കേപ്പബിലിറ്റി ഇല്ലാതെ എല്ലാം ഡിപ്പെൻഡന്റ് ഓൺ ദ പേരന്റ് ആകുമ്പോൾ ഓൾസോ ദേ ഫീൽ ലൈക്ക് അവർക്ക് ഒരു ഫ്രീഡം ഇല്ല ലൈഫിൽ എന്ന് ഫീൽ ചെയ്യുകയും ചെയ്യും. അതാണ് ഹെലികോപ്റ്റർ പേരന്റിങ്. അപ്പൊ അത് നിങ്ങളുടെ കാറ്റഗറി ആണോ എന്നുള്ളത് മാർക്ക് ചെയ്യാം. ഇനി ലാസ്റ്റ് ആണ് ശരിയായ രീതിയിലുള്ള ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുന്ന പേരന്റിങ് എന്ന് പറയുന്നത്. അതാണ് അതോറിറ്റേറ്റീവ് പേരന്റിങ്. ഇവിടെ കിഡ്സ് നല്ല സേഫ് ആയിട്ട് ഫീൽ ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് പേരൻസ്. അവിടെ പേരൻസിന് ഒരുപാട് ലവ് ഇട്ട് നേർച്ചർ ചെയ്ത ഒരു എൻവയൺമെന്റ് ആണ് കുട്ടികൾക്ക് കൊടുക്കുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവർക്ക് നല്ല രീതിയിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും അറിയാം. ശരിയായ രീതിയിൽ സ്റ്റേൺ ആൻഡ് സ്വീറ്റ് ആയിട്ട് തന്നെ അവർക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ അറിയുന്ന പേരൻസ് ആണ് ഇവർ. അപ്പോൾ കുട്ടികൾക്കും ആസ് എ റിസൾട്ട് അവർക്ക് നല്ലൊരു സേഫ്റ്റി ഫീൽ ചെയ്യും ഈ പേരൻസിന്റെ പ്രസൻസിൽ.
അവർ വലിയ തെറ്റുകളിലേക്ക് ചെന്ന് ചാടാതെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വാർമത്ത് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എപ്പോഴും ഞാൻ പിടിച്ച മുയലിന് എത്ര ഇത് കൊമ്പ് എന്നുള്ളതല്ലാതെ ദർ ഇസ് ഫ്ലെക്സിബിലിറ്റി ഓൾസോ ഇൻ ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ അതാണ് അതോറിറ്റേറ്റീവ് പേരന്റിങ്. ഇപ്പൊ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് കിട്ടിയോ? ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ അവിടെയും ഇവിടെയും അങ്ങനെ കുറച്ച് മിക്സ് വരും. അതായത് സംടൈംസ് നമ്മൾ ഇതായിരിക്കും, സംടൈംസ് അതായിരിക്കും, അങ്ങനെയും വരും. നിങ്ങൾക്ക് ഏതിനോടെങ്കിലും സാമ്യം തോന്നിയോ? ഏതാണെന്ന് പറയണ്ട, ഏതിനോടെങ്കിലും തോന്നി നിങ്ങൾക്കത് മാർക്ക് ചെയ്യാൻ പറ്റിയോ എന്നാണ് എനിക്കറിയേണ്ടത്. യെസ് ഓർ നോ? ബാക്കിയുള്ളവരോ? എനിക്ക് 1 or 2 യെസ് എനിക്ക് കണ്ട. അപ്പോൾ ഒരു തംസപ്പ് ഞാൻ കണ്ടു. ഓക്കെ, ഇവിടെ 2 പേര് വന്നു, വീണ്ടും ഒരു തംസപ്പ് വന്നു. പിന്നെ ബാക്കിയുള്ളവരോ? മിക്സഡ്. ഓക്കെ റിസ, എന്നാലും പ്രോമിനന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വന്നോ? ഓക്കെ, ഷാദിയ, ജവഹിറ, ഓക്കെ, റയ്യാൻ, റിസ. ഓക്കെ, നൈസ്. അപ്പൊ എന്താണ് കുട്ടിയുടെ ഇമോഷണൽ വെൽനെസ്? നമുക്ക് ഈ ഒരു ഇപ്പൊ നമ്മൾ കണ്ടതിൽ അതോറിറ്റേറ്റീവ് പേരന്റിങ് ഒഴികെ ബാക്കി എല്ലാ പേരന്റിങ് സ്റ്റൈൽസും കുട്ടിയുടെ ഇമോഷണൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ടാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മളുടെ റോൾ ആസ് നമ്മൾ ഒരു ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടീനെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ ആസ് പേരൻസ് നമ്മുടെ റോളാണ് ഇന്നത്തെ നമ്മുടെ ഓവറോൾ ഡിസ്കഷൻ. എങ്ങനെയാണ് നമ്മൾ പേരൻസ് അറിയാതെ തന്നെ, മനഃപൂർവ്വമായിരിക്കില്ല, കാര്യം വി വോണ്ട് ദ ബെസ്റ്റ് ഫോർ ആർ ചിൽഡ്രൻ, അതിനൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ എന്നാൽ നമ്മളിൽ നിന്ന് അറിയാതെ കുട്ടികളുടെ ഇമോഷണൽ ഹെൽത്തിനെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന രീതിയിൽ പല കാര്യങ്ങളും വരുന്നുണ്ട്. അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അവരെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫിസിക്കൽ സേഫ്റ്റി ഒരു ഫാക്ടറാണ്. കാര്യം ഡെഫിനറ്റ്ലി ഒരാൾക്ക് ഫിസിക്കൽ സേഫ്റ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് അഫക്ട്സ് യുവർ മെന്റൽ ഹെൽത്ത് നെഗറ്റീവ്ലി, അല്ലെ? അപ്പൊ പലപ്പോഴും നമ്മൾ കുട്ടികളുടെ ആരോഗ്യം എന്ന് ആലോചിക്കുമ്പോൾ ഭക്ഷണകാര്യം, അതുപോലെ അവരുടെ ഒരു വെൽനെസ് ആലോചിക്കുമ്പോൾ അവരുടെ സ്റ്റഡീസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലേക്ക് വരിക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ കുട്ടിയുടെ ഒരു ഇമോഷണൽ ഹെൽത്തും അവരുടെ ഇമോഷൻസിനെ ഒരു വാല്യൂ കൊടുക്കുക എന്നൊക്കെ ഉള്ളൊരു അവയർനെസ് സ്പ്രെഡായി തുടങ്ങിയിട്ട്. അതിനു മുന്നേ മെയിൻലി സ്റ്റഡീസും പിന്നെ ആരോഗ്യം, ഇത് രണ്ടും മാത്രമായിരുന്നു, ഫിസിക്കൽ ഹെൽത്ത്, ഇത് രണ്ടും മാത്രമായിരുന്നു നമ്മുടെ ഫോക്കസ്. അപ്പൊ ഇന്നത്തെ നമ്മൾ ആസ് എ പേരന്റ്, ഇന്നത്തെ സമൂഹത്തിൽ വളരുന്ന കുട്ടികൾ നമ്മൾ വളർന്ന കാലത്തല്ല അവർ വളർന്നത്. അവരുടെ അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഒരുപാട് മുന്നിലാണ് അവരുടെ അവയർനെസ്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി കുട്ടികളുടെ ഇമോഷണൽ ഹെൽത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ഇനി എന്തൊക്കെയാണ് അവരെ ഇമോഷണൽ ഹെൽത്തിനെ ഹിൻഡർ ചെയ്യുന്ന രീതിയിൽ നമ്മളിൽ നിന്ന് വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷെ അതിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരും പെർഫെക്റ്റ് പേരന്റ് അല്ല. നമ്മളൊരു ഐഡിയൽ കണ്ടീഷൻ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് എത്താൻ ഒരിക്കലും സാധിക്കില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മൾ ആരും ഐഡിയൽ പേരന്റ് അല്ല. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ചിലപ്പോൾ ദേഷ്യം പുറത്തേക്ക് വന്നു എന്ന് വരാം, ഇടയ്ക്ക് ചിലപ്പോൾ ഒരു കൺട്രോളിങ് ബിഹേവിയർ വന്നു എന്ന് വരാം. പക്ഷെ ഈ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഇങ്ങനത്തെ നമ്മളിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവ്സ് അതല്ല നമ്മൾ. അതുകൊണ്ട് നമ്മൾ എന്താവുന്നില്ല, ഒരു നെഗറ്റീവ് പേരന്റ് ആകുന്നില്ല. പക്ഷേ കണ്ടിന്യൂസ് പാറ്റേൺ ഓഫ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ നമ്മളിൽ നിന്നുണ്ടോ, അത് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. അത് വരാൻ പാടില്ല. ഇമോഷണൽ ഡാമേജ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചെറുതിലേ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവർ വലുതായി കഴിയുമ്പോൾ അവർ അഡൾട്ട്ഹുഡിലൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ ഡാമേജ്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന പല ബിഹേവിയേഴ്സും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചൈൽഡ്ഹുഡുമായിട്ട് റൂട്ടഡ് ആണ്. റൈറ്റ് ഫ്രം ഹൗ വി തിങ്ക്, നമ്മളൊരു സിറ്റുവേഷൻ എത്തുമ്പോൾ എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് തൊട്ട് നമ്മളെങ്ങനെ പ്രവർത്തിക്കുന്നത് വരെ അതിൻ്റെ ഒരു വലിയ റോള് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ എൻവയൺമെന്റിനുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കുടുംബത്തിൽ ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ആൾക്കാർ വട്ടം കൂടിയിരുന്ന് മറ്റ് ആൾക്കാരെ പറ്റി ഡിസ്കസ് ചെയ്യുക നെഗറ്റീവായിട്ട്, എന്താ അപ്പുറത്തുള്ളവരെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ പറ്റി നെഗറ്റീവായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ട് തന്നെ ഇല്ല. അപ്പൊ പിന്നെ പല ഫാമിലീസിലും അങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായിരുന്നു ആക്ച്വലി. അവിടുന്ന് വരുന്ന കുട്ടികളും they always have a tendency to compare. അവരെ തന്നെ സ്വയം വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുക, അവർക്ക് എത്രയുണ്ടെന്ന് നോക്കുക. ആ വീട്ടിൽ നടക്കുന്ന ഡിസ്കഷൻസ് എന്ന് പറഞ്ഞാൽ അതിറ്റ് ഇമ്പാക്ട്സ് ദെയർ ബ്രെയിൻ. എങ്ങനെയാണ് നമ്മളെ പറ്റി ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ബാക്കിയുള്ളവരെ നമ്മൾ കാണുന്നത് എന്നൊക്കെ നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സിനെയും നമ്മുടെ ആക്ഷനെയും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വീട്ടിലെ എൻവയൺമെന്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളിൽ നിന്ന് നെഗറ്റീവ് ബിഹേവിയേഴ്സ് വരുന്നുണ്ട്, കുട്ടീനെ അഫക്റ്റ് ചെയ്യുന്ന ബിഹേവിയേഴ്സ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക തന്നെ വേണം. പക്ഷെ എന്താണ്, ഒരു 100% എല്ലാ ദിവസവും 365 ഡേയ്സ് ക്ലിയർ ആയ ഒരു പേരന്റ് എന്നുള്ളതല്ല. അറ്റ്ലീസ്റ്റ് ഒരു മെജോറിറ്റി ഓഫ് ദ ഡേയ്സ് എങ്കിലും നമുക്ക് ഒരു പോസിറ്റീവ് പേരന്റിങ് ചെയ്യാൻ പറ്റണം. റെഡി അല്ലേ അത് എക്സ്പ്ലോർ ചെയ്യാൻ? എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് വരുന്ന മിസ്റ്റേക്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ? റെഡിയാണോ? ഓക്കെ, കുറച്ച് തംസപ്പ് കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ അത് നിങ്ങളുമായി സിമിലർ ഉണ്ടോ, നിങ്ങളിൽ നിന്ന് ആ മിസ്റ്റേക്ക് വരുന്നുണ്ടോ, അതല്ല നിങ്ങളുടെ കുട്ടി അത് അനുഭവിക്കുന്നുണ്ടോ, ഇപ്പൊ നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് മെമ്പേഴ്സിൽ നിന്നോ നിങ്ങളുടെ കുട്ടി ഇത് അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോകാം. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഞാൻ പറയുന്ന ആ ഒരു ഹെഡിങ്ങും അതിന്റെ കൂടെ യെസ് ഓർ നോ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കുട്ടി അത് ഫേസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഫിസിക്കൽ അബ്യൂസ് ആണ്. കുട്ടിയെ മുഖത്തടിക്കുക, ഇടിക്കുക, കുട്ടീനെ എറിയുക, മറ്റ് സാധനങ്ങൾ വെച്ചിട്ട് ഹിറ്റ് ചെയ്യുക, കുട്ടിയെ എടുത്ത് ഷേക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുന്നത് ഒരു ഫിസിക്കൽ അബ്യൂസിലാണ് വരുന്നത്. ഇപ്പോൾ കുറച്ചാൾ മുന്നേ ഞാൻ ഒരു പേരൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയായിരുന്നു, അതൊരു അമ്മയായിരുന്നു, അവർ പറയായിരുന്നു അവരുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല വ്യക്തിയാണ്. ടു എവറി ഔട്ട്സൈഡ് പേഴ്സൺ ഹീസ് എ പെർഫെക്റ്റ് മാൻ. പക്ഷെ ആകെ ഒരു പ്രശ്നമുള്ളൂ, ഇവരോടും അദ്ദേഹം നല്ല രീതിയിലാണ് നിൽക്കുക, ഇവരൊരു രീതിയിൽ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാത്ത നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ആകെ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ പുള്ളിക്കാരൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കുഞ്ഞു മക്കളെ എടുത്ത് എന്താ ബെഡിലെറിയുക, മറ്റ് സാധനങ്ങൾ കൊണ്ട് അടിക്കുക, അങ്ങനെ വളരെ ക്രൂരമായ രീതിയിൽ അവരെ ഫിസിക്കൽ അബ്യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട ഒന്നാണ്. നിങ്ങളുടെ നേരെ ആവട്ടെ, ഇപ്പൊ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കുട്ടികളാണെങ്കിലും ആരുടെ നേരെ ആണെങ്കിലും ഇങ്ങനെ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സീക്ക് ഹെൽപ്പ്. അതൊരു നോർമൽ ബിഹേവിയർ അല്ല. എല്ലായിടത്തും ഇങ്ങനെയാണ് എന്ന് വിചാരിച്ച ദയവേത് വാപൂട്ടിയിരിക്കരുത്. ദിസ് ഇസ് നോട്ട് നോർമൽ. അത് പ്രവർത്തിക്കുന്ന ആരാണോ അവർക്കൊരു റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എത്തുകയാണ് വേണ്ടത്. അതിന് നമ്മൾ ഓരോരുത്തരും ഇന്റന്റ് ചെയ്ത് ആ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വരും. കുട്ടികളുടെ ഒരു ഓവറോൾ സേഫ്റ്റി ഫീലിംഗ്, കോൺഫിഡൻസ്, സ്റ്റഡീസ്, ഇതിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ് അവരുടെ മേലുള്ള ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കുട്ടി ആരിൽ നിന്നെങ്കിലും ഫിസിക്കൽ അബ്യൂസ് നേരിടുന്നു എന്നുണ്ടെങ്കിൽ വൈ എന്ന് മാർക്ക് ചെയ്യുക, യെസ് എന്ന് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോ എന്ന് മാർക്ക് ചെയ്യുക. അടുത്ത രണ്ടാമത് ഡിക്റ്റേറ്റിംഗ് റൂൾസ്. നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പേരൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റൂൾസ് ഡിക്റ്റേറ്റ് ചെയ്യും. അതായത് ഇത് ചെയ്യണം, ഇത് ചെയ്യില്ല, എന്തുകൊണ്ട് അത് ചെയ്യരുത്, എന്തുകൊണ്ട് ഇത് ചെയ്യണം എന്നുള്ളൊരു റീസൺ അതിന് മുകളിൽ വരുന്നില്ല, അവർ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു റീസൺ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മക്കളോട് കൊടുക്കേണ്ടത്. നമ്മൾ റൂൾ ഇമ്പോസ് ചെയ്യുന്നതും അവരുടെ ഒരു കോപ്പറേഷനോട് കൂടി നമ്മൾ ചെയ്യുന്നതും രണ്ടും വ്യത്യാസമാണ് അല്ലേ. ഇപ്പൊ നമുക്ക് വേണ്ടി അവരൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളില്ലാത്തപ്പോൾ അവർ നേരെ തിരിച്ചായിരിക്കും ചെയ്യുക. അപ്പൊ എപ്പോഴും നമ്മൾ റീസൺസോട് കൂടി കുട്ടികളോടൊരു കാര്യം പറയുമ്പോഴാണ് അവർ നമ്മുടെ ഒരു സെയിം പേജിൽ വരാനും അവരത് എപ്പോഴും ഒബേ ചെയ്യാനും ഒക്കെ പോസിബിൾ ആവുക. അപ്പൊ റീസൺസ് ഇല്ലാതെ ജസ്റ്റ് ഈ കാര്യം നീ അനുസരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒബേ പറയുന്ന കൈൻഡാണിത്. അവിടെ കുട്ടികൾക്കൊരു ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ലാതെ പോകും, കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഇപ്പോഴല്ല ആസ് എൻ അഡൾട്ട് അത് എഫക്ട് ചെയ്യും. ആൻഡ് ഓൾസോ അവർ ഭയങ്കര സീക്രട്ടീവ് ആവും. ഓക്കെ, അതാണ് അപ്പൊ സെക്കൻഡ് കൈൻഡ്. പതുക്കെ ഈ റിലേഷനിൽ നിന്ന് റെസ്പെക്ട് എന്നുള്ളൊരു സാധനം നഷ്ടമാകും. ഇപ്പൊ ആദ്യം നമ്മൾ ഭയങ്കര പവർ എടുത്തിട്ടായിരിക്കും കുട്ടികളോട് പറയുക, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ ഒരു റെസ്പെക്ട് ഇല്ലാതായിരിക്കും നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ ആരോടാണെങ്കിലും, നിങ്ങളുടെ പാർട്ട്ണർ ഇണയോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും ഡിക്റ്റേറ്റിംഗ് റൂൾസ് എന്നുള്ളത് അത് നല്ലൊരു പ്രവൃത്തിയല്ല. ഇത് നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടി ഇത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്ന് മാർക്ക് ചെയ്യുക. അടുത്ത മൂന്നാമത്തത്, നീ ഒന്നിനും കൊള്ളില്ല, യു ആർ വർത്ത്ലെസ് എന്ന കുട്ടീനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആ ഒരു പൾസ് കുട്ടിക്ക് കൊടുക്കുക. നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ നോട്ടം കൊണ്ടോ ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കാം ഇത്. അപ്പോൾ അവരിത് കോൺസ്റ്റന്റ്ലി ഇങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ പതുക്കെ അവരത് ബിലീവ് ചെയ്ത് തുടങ്ങും. എന്നെ കൊണ്ട് എല്ലാത്തിനും കാരണം ഞാനാണ്, ഐ എം ഗുഡ് ഫോർ നത്തിങ് എന്നുള്ള ബിലീഫ് അവർക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോഴാണെങ്കിലും വലുതാകുമ്പോഴൊന്നും
നല്ലതല്ല. അവരുടെ ഒരു സക്സസിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യും. അടുത്ത നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടത്, എപ്പോഴും നമ്മൾ പറയുക, നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് പറയാം. ഇങ്ങനെയാണോ നീ ബിഹേവ് ചെയ്യുന്നത്? ഞാൻ നിനക്ക് എത്ര വട്ടം നീ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടല്ലേ. അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ നമ്മൾ എന്തൊക്കെ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മൾ എന്തൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടോ, അതൊക്കെ നമ്മൾ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ തിരിച്ച് നന്നായിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യാനല്ല. വി ആർ ഗിവിങ് ഇറ്റ് ബിക്കോസ് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ സ്നേഹമാണത്. ഇനി നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവർ തിരിച്ച് നമ്മളോട് നല്ല രീതിയിൽ നിൽക്കുക എന്നുള്ളതും അത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും മെറ്റീരിയലിസ്റ്റിക് കാര്യമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യരുത്. ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഗിവ് us ഗുഡ്. ഞാൻ തന്നാൽ നീ ഒബേ ചെയ്യൂ എന്നല്ല. നമ്മൾ നാളെ ഒന്നും കൊടുക്കാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാലും, അവർ ഡിപ്പെൻഡന്റ് ആയി സ്വന്തമായിട്ടുള്ള ഒരു ഇതിലായി കഴിഞ്ഞാലും, അവർ നമ്മുടെ വാക്കിന് വാല്യൂ ചെയ്യണം അല്ലെ. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ തിങ്സും നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയേഴ്സും റെസ്പെക്റ്റും ഒബീഡിയൻസും, ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ കംപ്ലീറ്റ് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഈ 4 കാര്യത്തിൽ എത്ര യെസ് വന്നു? യെസ് വന്നോ? നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റിയോ? യെസ് വന്നില്ല. ഓക്കെ, നൈസ്. 2 യെസ് വന്നില്ല. ഓക്കെ ഓക്കെ, അപ്പൊ കീപ് നോട്ടിങ്. അടുത്ത് സ്റ്റോപ്പ് ക്രൈയിങ് എന്ന് പറയുക. അതൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. നീ കരഞ്ഞാൽ നീ വേറെ മറ്റേ മുറി പോയിരുന്ന് കരഞ്ഞിട്ട് കരച്ചിൽ തീരുമ്പോൾ തിരിച്ചു വാ. നമുക്ക് കരച്ചിൽ ടോളറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് കരച്ചിലൊരു മെസ്സി ബിസിനസ് തന്നെയാണ്. പക്ഷെ അതൊരു നാച്ചുറൽ റെസ്പോൺസ് ആണ്. നമ്മുടെ ഒരുപാട് ഇമോഷൻസിനുള്ള ഒരു നാച്ചുറൽ റെസ്പോൺസ് ആണ് ക്രൈയിങ് എന്ന് പറയുന്നത്. സങ്കടം വരുമ്പം, ഈവൻ ദേഷ്യം വരുമ്പം, സന്തോഷം വരുമ്പം, ഇറിറ്റേറ്റഡ് ആവുമ്പോൾ ഒക്കെ നമുക്ക് വരുന്ന ഒരു ഇമോഷനാണ് ഈ ക്രൈയിങ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കരയുമ്പോൾ നമ്മുടെ ബോഡിയിലെ സ്ട്രെസ് ഹോർമോൺസിന് അതിനെ നള്ളിഫൈ ചെയ്യുന്ന രീതിയിൽ, ആ സ്ട്രെസ് ഹോർമോൺസിനെ റിമൂവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്രൈയിങ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വി ഫീൽ ബെറ്റർ ആഫ്റ്റർ. ഒരു നല്ലൊരു വിഷമമുണ്ട്, നമ്മൾ നല്ല കരഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം കിട്ടുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ബോഡിയിലെ സ്ട്രെസ് ഹോർമോൺസ് പോകും. ഓൾസോ കുട്ടികൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈ സ്ട്രെസ് ഹോർമോൺ എന്ന് പറഞ്ഞത് ഈ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോൺസ് ബോഡിയിൽ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് അഡൾട്ട്സിനും. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടും, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ. അപ്പൊ എന്നാൽ കരച്ചിൽ വരുമ്പോൾ ആ ബിൽട്ടപ്പ് ടെൻഷൻ കുറഞ്ഞ് ആ സ്ട്രെസ് ഹോർമോൺസിന്റെ ലെവൽ കുറച്ച് നമുക്കൊരു ആശ്വാസം കിട്ടും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ഇത് എഫക്ട് ചെയ്യും. അത് കാരണം തന്നെ നമ്മുടെ ബോഡി ഒരു ബാക്ക് ടു ഇക്വിലിബ്രിയം തിരിച്ചു വരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലാക്സേഷൻ ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അതോടെ അവിടെയും തീർന്നില്ല. നമ്മൾ കരയുന്നതിലൂടെ നമ്മുടെ ബോഡിയിൽ എൻഡോർഫിനും ഓക്സിറ്റോസിനും ഒക്കെ റിലീസായി ഒരു ഫീൽ ഗുഡ് ഹോർമോൺസ് ആയിട്ടാണ് ഇവ പറയുന്നത്. എൻഡോർഫിൻ എന്ന് പറയുന്നത് നാച്ചുറൽ പെയിൻ റിലീവർ ആണ്, മൂഡ് എൻഹാൻസ് ചെയ്യും നമ്മുടെ. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം കൂട്ടും. ഓക്സിറ്റോസിനും അതുപോലെ തന്നെ ബോണ്ടിങ് ഹോർമോൺ ആണ്, ഒരു കംഫർട്ട് ഫീൽ ചെയ്യും, ഒരു കണക്ഷൻ ഫീൽ ചെയ്യിക്കും നമ്മളെ കൊണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾ കരയുന്നതിന്റെ പേരിൽ നമ്മൾ അവരെ ഷെയിം ചെയ്യുക, ത്രെട്ടൻ ചെയ്യുക, അവരെ ഇട്ടിട്ട് ദൂരെ പോവുക, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് സ്ട്രെസ് ഹോർമോൺസ് കൂടുക ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ കുട്ടീനെ കരയുന്നതായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഗിവ് ദം ദറ്റ് ഇമോഷണൽ സപ്പോർട്ട്. നമുക്ക് വേണ്ട നമ്മുടെ കുട്ടിയുടെ കരച്ചില് ഒരു സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന റെസ്പോൺസ് ആണ്. ആ സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന റെസ്പോൺസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്താലാണ് കുട്ടികൾ ഹീലാവുക ഉള്ളിന്ന്. കുട്ടിയുടെ ഇമോഷൻസിന് നമ്മൾ വാല്യൂബിൾ ആയിട്ട് കാണണം, അപ്പോഴാണ് നമ്മുടെ ഇമോഷൻസ് അവർക്കും വാല്യൂബിൾ ആവുക. അല്ലേ? എന്ത് തോന്നുന്നു? ഹോൾഡിംഗ് ബാക്ക് ടിയേഴ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഉള്ളിൽ പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് തോന്നുക ഭയങ്കര ബോൾഡ്നെസ് ആണെന്ന് തോന്നും. പക്ഷെ അങ്ങനെ ഓരോ വട്ടം ചെയ്യുമ്പോഴും ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് സിവിയർ സ്കാർ ഇൻസൈഡ്. നമ്മുടെ ഹെൽത്തിനെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാണ് അത് ചെയ്യുന്നത്.
ഓവർ ടൈം അതൊരു ക്രോണിക് സ്ട്രെസ് ആയിട്ടും ഭയങ്കര ഹെൽത്ത് പ്രോബ്ലംസിലേക്കൊക്കെ ഇൻക്ലൂഡിങ് ഹാർട്ട് ഡിസീസ്, ബ്ലഡ് പ്രഷർ, ഇതിലോട്ടൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു വലിയ വില്ലനാണ് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കരയാതെ പിടിച്ചു നിന്ന ഒരു സാധനം ഫേസ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് ആ ടെൻഷൻ, ആങ്സൈറ്റി, നമ്മളുടെ വിഷമം കൂട്ടും. ഇങ്ങനെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് നമ്മൾ ഉള്ളിൽ ബോട്ടിൽ അപ്പ് ചെയ്ത് നടക്കുമ്പോൾ ഈവൻ ഡിപ്രഷനിലോട്ട് വരെ ഈ ചെറിയ കുട്ടികൾ പോലും ഒരു ടീനേജ് ഇയേഴ്സിലൊക്കെ ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വെൻ യു അലവ് യുവർ സെൽഫ് ടു ക്രൈ, ആ ഒരു സെൻസ് ഓഫ് ഇമോഷണൽ റിലീസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ദാറ്റ് വിൽ ഹെൽപ്പ് യു ബിക്കം കാം. അപ്പൊ അതേ ഒരു കാര്യം, ആ ഒരു ബെനിഫിറ്റ് വി ഹാവ് ടു ഗിവ് അവർ ചിൽഡ്രൻ. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടോ? യെസ് ഓർ നോ? ഓക്കെ, സജ്ന ആൻഡ് നമുക്ക് മുന്നോട്ട് പോവാം. അടുത്തതെന്ന് പറയുന്നത് 6ാമത്തെ പോയിന്റ് ആണ്. അപ്പൊ 5ാമത്തെ ഇത്, നിങ്ങൾ ഇപ്പോൾ സ്റ്റോപ്പ് ക്രൈങ്, ഏതെങ്കിലും രീതിയിൽ കരച്ചിൽ നിങ്ങൾ ടോളറേറ്റ് ചെയ്യാത്തൊരു പേരന്റ് ആണെങ്കിൽ യെസ് എന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത എനി ടൈം ബേസ്റ്റ് എന്ന് പറയുന്നത്, കുട്ടി ഇങ്ങനെ ഒരു മുട്ടത്തോടിന് മേൽ നടക്കുന്ന പോലെ എപ്പോൾ പൊട്ടും, എന്തിനാ എന്നെ വഴക്കുറയാന്നറിയില്ല, ഇത് പറ്റുമോ അത് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ച് നടക്കുന്ന ഒരു ഫീലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചൈൽഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഡിസ്കംഫർട്ടിലായിരിക്കും, കോൺസ്റ്റന്റ് ഫിയറിലായിരിക്കും. കുട്ടികളുടെ ഇമോഷണൽ ഹെൽത്തിന് ആവശ്യമായ ഒന്നാണ് ഫീലിംഗ് സേഫ് ഇൻസൈഡ്, എസ്പെഷ്യലി ഇൻ ദെയർ ഹോം. അപ്പോൾ അതില്ലാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറഞ്ഞ ഈ ഒരു 6th പോയിന്റ്. അപ്പൊ നിങ്ങളുടെ കുട്ടി അത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ഇടുക. അടുത്ത നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണ് ഇമോഷണലി ഇംബാലൻസ്ഡ് പേരന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷൻ നടക്കുക എന്ന് പറയുന്നത് കുട്ടി പേരൻസിനെ ആശ്വസിപ്പിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. ദേ ഹാവ് ടു ആക്ട് ബിയോണ്ട് ദെയർ ഏജ്. അതൊരു പോസിറ്റീവ് അല്ല, അത് അവരെ ആക്ച്വലി ബ്രേക്ക് ചെയ്യാം. നമ്മൾ പണ്ടോട്ടെ നമ്മൾ കേട്ട് വളർന്നു വെച്ചാൽ അവൻ ഭയങ്കര മെച്ചുവർ ആണെന്നുള്ളതൊരു പോസിറ്റീവ് ആയിട്ടാണ് അല്ലേ. ഇമോഷണൽ മെച്യൂരിറ്റി ഓഫ് ആൻ അഡൾട്ട് നമ്മൾ കുട്ടികളിൽ എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മക്കൾക്ക് നല്ല രീതിയിലല്ല അവരെ എഫക്ട് ചെയ്യാം. കുട്ടികൾ പലപ്പോഴും ഇപ്പോൾ ഇമോഷണലി ഇംബാലൻസ്ഡ് ആയിട്ടുള്ള പേരന്റ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി മൂത്ത കുട്ടികൾക്ക് ചെറിയ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യേണ്ട അവസ്ഥ വരിക, ഈ പേരന്റിനെ തന്നെ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥ വരിക. ശരിക്കും പറഞ്ഞാൽ ഈ ചൈൽഡാണ് അവിടെ ഒരു അഡൾട്ടായിട്ട് ബിഹേവ് ചെയ്യുക. ഇത് അവരുടെ ഒരു ചൈൽഡ്ഹുഡ് നശിപ്പിക്കുന്നത് മാത്രമല്ല, അവരൊരു ഇമോഷണലി നിഗ്ലക്റ്റഡ് കിഡ്സ് ആയിട്ടാണ് വളർന്നു വരിക. അവരുടെ വറീസ് എക്സ്പ്രസ് ചെയ്യാൻ ഒരു സ്പേസ് ഇല്ലാതെ, അവരെ ഫീലിങ്സ് ബോട്ടിൽ അപ്പ് ചെയ്ത് ഉള്ളിൽ കൊണ്ട് നടന്ന് അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. ഇത് അവിടെ തന്നെ നിൽക്കുന്നില്ല, ഫ്യൂച്ചറിൽ അവരുടെ മറ്റ് റിലേഷൻഷിപ്സിനെ വരെ എഫക്ട് ചെയ്യും. അവർക്കൊരാളോടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ അവർക്കൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും, ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും. അങ്ങനെ പല പല ഏരിയാസിൽ അവരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അടുത്ത് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് പേരൻസ് സ്വയം ഉപദ്രവിക്കുന്നത് കുട്ടികൾ കാണേണ്ടി വരിക എന്ന് വിചാരിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ കുട്ടികളെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മളെയല്ലേ ഉപദ്രവിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അത് കുട്ടികൾക്ക് ഒരുപാട് ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത്. ഫിയർ ഉണ്ടാക്കും, കുട്ടികളുടെ ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാക്കും, അവർക്കൊരു ഭയങ്കര ഹോപ്പ്ലെസ് ആൻഡ് ഹെൽപ്ലെസ് ഫീലാണത്. ആ ഒരു ഫീലിലേക്കാണ് അവരെ പുഷ് ചെയ്തിടുക. ഇത് അഗെയിൻ ഇറ്റ് ഡാമേജസ് ദിയർ ഇമോഷണൽ ഹെൽത്ത്. അടുത്ത് 9ാമത്തത്, ഓൾവേസ് ഫൈൻഡിങ് ഫോൾട്ട്. മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. മനഃപൂർവ്വം നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ ഇത് ഇപ്പൊ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭയങ്കര അഹങ്കാരിയായി പോയാലോ എന്ന് വിചാരിച്ച് നമ്മൾ അവർ ചെയ്തു കൊണ്ടുവന്നൊരു കാര്യത്തിൽ എവിടെന്നെങ്കിലും ചൂഴ്ന്നു നോക്കി കുറച്ച് കുറ്റം കണ്ടുപിടിക്കും. ഇനി അവരെന്തായാലും അവൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഇല്ലെങ്കിൽ നടക്കില്ല, ഇമ്പ്രൂവ്മെന്റ് നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറ്റം കാണുന്നതായിരിക്കാം. ഇനി അവൻ അച്ചീവ് ചെയ്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ അവൻ ട്രൈ ചെയ്തില്ലേ, ഞാൻ ഇതിൽ നന്നായിട്ടൊക്കെ എത്ര ചെയ്തത്, അവൻ ആ ലെവലിലേക്ക് കൊണ്ടുവരണം, ഇനി ഞാൻ അവനെ അപ്രീഷിയേറ്റ് ചെയ്താൽ ഞാൻ താഴ്ന്നു പോകും അവനെക്കാളും. ഇങ്ങനെ പല പല കാര്യം, പെർഫെക്ഷനിസ്റ്റ് ആയ പേരൻസ്. അപ്പൊ ഇങ്ങനെ പല പല റീസൺസ് ഉണ്ടായിരിക്കാം നമ്മൾ ഫോൾസ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികൾ ഒരിക്കലും അവരുടെ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ മീറ്റ് ചെയ്യില്ല. കാര്യം അവർ എത്ര ട്രൈ ചെയ്താലും നമുക്ക് എങ്ങനെ നമ്മൾ മുന്നോട്ട് ട്രൈ ചെയ്യാം, നമുക്ക് കുറച്ച് നമ്മൾ ട്രൈ ചെയ്യുന്നു, നമുക്കൊരു റിവാർഡ് കിട്ടുന്നു, ഓക്കെ ഐ ക്യാൻ എന്ന് നമുക്ക് തോന്നുന്നു. അതായത് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ റിവാർഡ്. അപ്പോൾ നമ്മൾ കൂടുതൽ റിസൾട്ടിനായിട്ട് ട്രൈ ചെയ്യുന്നു. ആ ഒരു സൈക്കിളാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ ആദ്യമേ ഇത് കൊള്ളില്ല എന്ന് പറയുമ്പോൾ അവർക്കത് ട്രൈ ചെയ്യാനുള്ളൊരു ഇന്റൻഷൻ തന്നെ അവിടെ നഷ്ടമാവും.
ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടാണ്ട് പോകും. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് നല്ല സാലറി ഉള്ള ഒരു ജോലിയാണെങ്കിലും അവിടെ നമ്മൾ ലീസ്റ്റ് റെസ്പെക്റ്റഡ് ആണ്. അവിടെ നമ്മുടെ വർക്കിന് തീരെ ഒരു വില കൊടുക്കുന്നില്ല, എപ്പോഴും കുറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുമക്കളും. ഇങ്ങനെ ഒരുപാട് ഫോൾട്ട്സ് നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവർ പതുക്കെ അവരെ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും. ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ഒരു ബബിളിനകത്ത് ഇടുന്നവർ ഇങ്ങനെ കീപ് ട്രൈയിങ് ഹാർഡ് ഫോർ സം ടൈം. പിന്നെ അത് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞൊരു ക്വിറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക. അടുത്ത പേരന്റൽ ഫൈറ്റ്സ് വിറ്റ്നസ് ചെയ്യേണ്ടി വരുന്ന കുട്ടികൾ. രണ്ടു കൂട്ടരും, രണ്ട് ഫാദറും മദറും കുട്ടിയെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം. നിന്റെ അമ്മേനോട് പോയി അത് പറയേ, ഞാൻ ഇങ്ങനാണ്, അങ്ങനെ നിന്റെ ഫാദറിനോട് പോയി ഇത് പറ എന്നൊക്കെ പറഞ്ഞ കുട്ടീനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം. നീ എൻ്റെ കൂടല്ലേ, നീ എൻ്റെ കൂടല്ലേ എന്നുള്ളൊരു പ്രഷർ കുട്ടിയിൽ കൊടുക്കുക. ഈ രണ്ട് ഡാഡിന്റെയും മോമിന്റെ ഇടയ്ക്ക് കുട്ടി അങ്ങ് ഭയങ്കര സാൻഡ്വിച്ച്ഡ് ആയി കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥയാണിത്. അവിടെയും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സേഫ്റ്റി ഫീലിംഗ് ആണ് ലാക്ക് ചെയ്യുന്നത് ഫ്രം ദ ഹോം. അഗൈൻ ഞാൻ സ്ട്രെസ് ചെയ്യാണ്, ഹോം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഹാസ് ടു ബി ദ സേഫസ്റ്റ് പ്ലേസ് ഫോർ ആ ചൈൽഡ്. ഇനി അടുത്തത് ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ അവരോട് ചോദിക്കും, ഞാൻ എപ്പോഴെങ്കിലും മുന്നേ ഇങ്ങനെ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഞാനിത് ഫസ്റ്റ് ടൈം അല്ലേ നിന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറയും. പക്ഷെ നമ്മുടെ ഒരു 100ാമത്തെ തവണയായിരിക്കും അത്. ഞാൻ എപ്പോഴെങ്കിലും നിന്നെ അടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നിന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഫുഡ് ചോദിക്കുന്നതിന്? പക്ഷെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളത് ക്വൈറ്റ് ഓഫൺ ചെയ്യുന്ന ഒന്നായിരിക്കും. ഇത് കുട്ടികളുടെ മേലൊരു ഇമോഷണൽ ട്രോമയാണ്, ഇമോഷണൽ സ്ട്രെസ് ആണ് കൊടുക്കുക നമ്മൾ നേരെ സത്യാവസ്ഥയെ നേരെ മറിച്ചിങ്ങനെ പറയുമ്പോൾ. അടുത്തതെന്ന് പറഞ്ഞാൽ, നീ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ, യു ആർ ദ റീസൺ എന്നുള്ള രീതിയിൽ കുട്ടികളോട് പറയാം. നീ കാരണമാണ് ഞാൻ സഫർ ചെയ്യുന്നത്, നീ കാരണമാണ് ഞാൻ ഇങ്ങനെ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇവിടെയൊക്കെ കുട്ടികൾ ഒരു മെയിൻ പ്രോബ്ലമായി അവരെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. അതിനോടൊപ്പം തന്നെ ഇത് ചേഞ്ച് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളൊരു ഫീലിംഗുമാണ് ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും നിങ്ങളോട് പറയുക, ഓ നീ കാരണമാണ് എനിക്കിതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞാല് ഇറ്റ് ഡസന്റ് ഫീൽ ഗുഡ് അറ്റ് ഓൾ അല്ലേ. അപ്പോൾ ഒരിക്കൽ ചിലപ്പോൾ ജീവിതത്തിൽ ഒരു വട്ടമായിരിക്കും ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് കേട്ടാലും നമ്മൾ മറക്കാതെ അതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കും. എസ്പെഷ്യലി ഇവിടെയുള്ള സ്ത്രീകൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ പെട്ടെന്നൊന്നും കാര്യങ്ങളൊന്നും മറക്കൂലല്ലോ അല്ലേ. അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത് അവരുടെ ഇമോഷണൽ ഹെൽത്തിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇത്രയും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 12 കാര്യങ്ങളാണ്. കുട്ടികളുടെ ഇമോഷണൽ ഹെൽത്തിനെ നെഗറ്റീവായി അഫക്റ്റ് ചെയ്യുന്ന പേരൻസിൽ നിന്ന് വരുന്ന 12 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ 12 കാറ്റഗറിയിൽ നിന്ന് പോലും എൻ്റെ കുട്ടി ഫേസ് ചെയ്യാൻ ഇടയാകുന്നില്ല എന്ന് എൻഷുർ ചെയ്യാം. ഇനി ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കാണുന്ന 3 ട്രെയ്റ്റ്സ് ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഡിനയൽ. ഇങ്ങനെ ഇവിടെ അതിനൊരു പ്രശ്നമേ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ അവിടെ സംഭവിക്കുന്ന കാര്യത്തിനെ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുക. എവറിത്തിങ് ഈസ് നോർമൽ എന്ന് പറയാൻ ഇപ്പൊ എന്താ സംഭവിച്ചവിടെ എന്നായിരിക്കും ചോദിക്കുക. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളിൽ പലതും അവിടെ സംഭവിക്കുന്നുണ്ടാവും. ഇനി രണ്ടാമതുണ്ടാവുന്നത് റീലേബലിംഗ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നല്ല ആൽക്കഹോൾ കുടിക്കുന്ന ഒരാളായിരിക്കും, പക്ഷെ പറയേ ഞാൻ ജസ്റ്റ് ഒരു സോഷ്യൽ ഡ്രിങ്കറാ വല്ലപ്പോഴും എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ ആക്ച്വലി മെജോറിറ്റി ഡേയ്സ് കുടിക്കുന്നുണ്ടാവും. അപ്പൊ അതിനെ നേരെ തിരിച്ച് വേറൊരു കാര്യമാക്കി പറയുക. ഇനി മൂന്നാമത്തത് വെച്ചാൽ പ്രൊജക്റ്റിംഗ്. അതായത് ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എന്താ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാ, അത് കാരണം എൻ്റെ വർക്ക് എന്തൊരു സ്ട്രെസ്ഫുൾ ആണെന്നറിയോ, അല്ലെങ്കിൽ എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് വെച്ചാൽ ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള എക്സ്ക്യൂസസ് ആണ് പ്രൊജക്റ്റിംഗ്. അതായത് വേറെ ഒരു കാരണത്തിലേക്ക് ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ റീസൺ പറഞ്ഞ് നമ്മളിൽ നിന്ന് കുറേ കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇമോഷണൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കൾ വളരെ അഗ്രസീവായി മാറും, ഒരു റെബല്യസ് ആയിരിക്കും. ആദ്യം കുറച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നോക്കിയാൽ അവർക്കുള്ളിലുള്ള ദേഷ്യവും വൈരാഗ്യമാണ് കൂടിക്കൊണ്ടുവരിക. അവർ ഇമോഷണലി ഐസൊലേറ്റഡ് ആയി മറ്റാൾക്കാരിൽ നിന്ന് ഉൾവലിയും, കോൺഫിഡൻസ് ലെവൽ പോവും,
അവരെ ഒരാൾ സ്നേഹിക്കും എന്ന് തന്നെ അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും. അവരുടെ സ്ട്രെസ് കൂടും. എപ്പോഴും അവര് ഇപ്പോ വലുതായി കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യുമ്പോൾ ഈവൻ കൊളീഗ്സും ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും, ഓ അവൻ എന്നെ പറ്റി കുറ്റം പറയാണോ, അവൻ എന്നെ ഇട്ടിട്ട് പോവോ എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു ഫിയർ ഉള്ളിൽ ഒരുപാട് വരും. അത് കാരണം അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിനെ അഫക്റ്റ് ചെയ്യും. പല അഡിക്ഷൻസിലോട്ടും അവർ പോകും. സ്ലീപ്പിംഗ് പാറ്റേൺസ് മോശമായിരിക്കും. ബാക്കി ആരെ വിശ്വസിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ പല പല കാര്യങ്ങളിലേക്കാണ് ഈ നമ്മളിൽ നിന്ന് കാണുന്ന ഈ ബിഹേവിയേഴ്സ് മക്കളെ കൊണ്ട് എത്തിക്കുന്നത്. എന്നാൽ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്, നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് നമ്മൾ ആരാണ് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. ഹൂ വി ആർ എന്നുള്ളൊരു റിയലൈസേഷൻ നമുക്ക് വരുന്നത് ഇറ്റ് ഇസ് ഫ്രം അവർ ഫാമിലി, അല്ലേ? നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളോട് ഇന്ററാക്ട് ചെയ്യേണ്ടത്, പുറത്തുള്ള വേൾഡിനോട് നമ്മൾ എങ്ങനെ ഇന്ററാക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ഫാമിലീസ് ആണ്. പല സ്കിൽസ്, നമുക്ക് കിട്ടുന്ന എൻകറേജ്മെന്റ്, ഇതൊക്കെയാണ് നമ്മളെ ആസ് എ പേഴ്സൺ നമ്മളെ മോൾഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിലേക്ക് സക്സസ് കൊണ്ടുവരുന്നതും. ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഫാമിലീസില് ഇപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറയുന്നത്, അങ്ങനെയൊക്കെ നടന്നുകൊണ്ട് അവൻ എവിടെ പോയാലും നിൽക്കാൻ പഠിക്കും, സർവൈവ് ചെയ്യാൻ പഠിക്കും എന്നുള്ളത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ കാണുന്ന സർവൈവൽ സ്കിൽസ് എന്ന് പറയുന്നത് അത് ഉള്ളിൽ നിന്ന് അവരെ ഡാമേജ് ചെയ്ത് പുറമെ കാണുന്ന സ്കില്ലാണത്. ലോങ് ടേം ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് ഗുഡ്. അപ്പൊ അതുകൊണ്ട് ഒരു ചേഞ്ച് ഇസ് നീഡഡ് ഇൻ എവ്രി ഫാമിലി. നമ്മുടെ ഫാമിലിയും നമ്മുടെ ചുറ്റും കാണുന്ന ഫാമിലീസിലൊക്കെ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരണം. നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ഏത് സാഹചര്യത്തിൽ വളർന്നു വന്നവരാണെങ്കിലും അവരുടെ ഒരു സ്റ്റെപ്പ് അപ്പ് ചെയ്ത് അവരുടെ ഫാമിലിയിലെ നെഗറ്റിവിറ്റി കംപ്ലീറ്റ് മാറ്റി അടുത്ത എന്നിൽ നിന്ന് പാസ്സാവുന്നത് ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേരന്റിങ് ആയിരിക്കണം എന്ന ഡിസിഷൻ എടുത്ത് വരുന്നവർ. അതുകൊണ്ട് അത് പോസിബിൾ ആണ്. നമ്മളെ കൊണ്ട് ആർക്കും അത് കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇനി ഇതൊക്കെ നമ്മൾ ഇന്ന് എക്സ്പ്രസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഫാമിലീസ് എങ്ങനെ ഇരിക്കും എന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് അറിയുന്നൊന്നും വരില്ല. കാര്യം നമ്മൾ ഇതിന്റെ പലതിന്റെ നടുക്കായിരിക്കും നിൽക്കുക, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളുടെയും. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് പോസിറ്റീവ് ഫാമിലീസ് അങ്ങനത്തെ ആൾക്കാരുമായി ഇന്ററാക്ട് ചെയ്യുക, അവരുടെ ഒരു സർക്കിളിൽ നിൽക്കുക, അവരെങ്ങനെയാ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കി പഠിക്കുക, പേരന്റിങ്ങിനെ പറ്റി പഠിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അവിടെ. പിന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു രീതിയിൽ ഒരു സ്റ്റെപ്പ് എടുക്കുക. ആ കുഞ്ഞു രീതിയിലുള്ള സ്റ്റെപ്പ് അതെടുക്കാനാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ മിസ്റ്റേക്സിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് കുട്ടികളുമായിട്ട് നല്ലൊരു കണക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യാന്നാണ്. നമ്മൾ ഉപദേശിക്കരുതെന്നോ കുട്ടികളെ കറക്റ്റ് ചെയ്യരുതെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ പ്രൈമറിലി നമ്മൾ അവരുടെ പേര് എന്താ പറയുക, ഒരു പോലീസിനെ പോലെ പറയുക നടക്കേണ്ട ഒരാളല്ല നമ്മൾ. അവർക്ക് ലൈഫിൽ കിട്ടേണ്ട സ്നേഹം, കംഫർട്ട്, കോൺഫിഡൻസ് ഇതിന്റെയൊക്കെ ഒരു സോഴ്സ് ആയിരിക്കണം നമ്മൾ. കൂടെ അവരുടെ ഗൈഡൻസിന്റെ സോഴ്സും ആയിരിക്കണം. അപ്പൊ റൈറ്റ് ആയിട്ട് അവരെ ഗൈഡ് ചെയ്യണം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് മക്കളുമായി നല്ലൊരു റിലേഷനാണ്, നല്ലൊരു കണക്ഷനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് നോക്കിയാലോ. ഞാനൊരു ഹോംവർക്ക് തരട്ടെ? നിങ്ങൾ കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് ഒക്കെ ചെയ്യിക്കാറില്ലേ? ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരട്ടെ? എന്താ പറയുന്നു? ഓക്കെ ഓക്കെ റയ്യാൻ. അപ്പോ ഒന്നാമത്തെന്ന് പറയുന്നത് മീനിങ് ഫുൾ കോൺവെർസേഷൻസ് കുട്ടികളുമായി കൊണ്ടുവരാം. നമ്മൾ പല തിരക്കിനിടയിലായിരിക്കും നമ്മൾ വീട്ടിലുണ്ടാവുക. പുറത്തു പോയി ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോൾ സമയം വളരെ കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് കുട്ടികളുമായിട്ടുള്ള റാൻഡം കോൺവെർസേഷൻസ്. ഇപ്പൊ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരെ അറ്റൻഷൻ നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്തെടുക്കും. ഒരുപാട് സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ അവർ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ തിരക്കും കൂടുന്നതിനനുസരിച്ച് പതുക്കെ കോൺവെർസേഷൻസ് ഡൗൺ ആവും. അവർ കൂടുതൽ സീക്രട്ടീവ് ആവും. അപ്പൊ ആ ഒരു കോൺവെർസേഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട ഒന്നാമത്തെ ടാസ്ക്. അതിനായിട്ട് നമ്മുടെ ജോബ് എല്ലാം സെറ്റ് അസൈഡ് ചെയ്ത് കുറച്ചു നേരം ഫോൺ മാറ്റി വെച്ച്, നമ്മൾ ഉപദേശിക്കാനുള്ള കുറേ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് അത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ച് എന്തെങ്കിലും ഒരു വിഷയം, ഒരു കോമൺ നിങ്ങൾക്കുള്ളൊരു കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയം എടുത്ത് ഒരു 10 മിനിറ്റ് അതിനെ പറ്റി സംസാരിക്കാം.
ചിലപ്പോൾ അത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ടെക്നോളജിയിൽ ബാക്ക് ആയിരിക്കാം, പക്ഷെ കുട്ടികൾക്ക് ടെക്നോളജി നല്ല അറിയുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഡൗട്ട്സ് ചോദിക്കാം. എന്തിനാ അവരോട് ഡൗട്ട് ചോദിക്കുന്നത്? നമുക്കിപ്പോൾ ടെക്നോളജി അറിയാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് അറിയുന്ന ഒരു ടെക്നോളജിയെ പറ്റി നമ്മൾ കൂടുതൽ അവരോട് ചോദിച്ച് നമ്മൾ പഠിക്കാൻ നോക്കുമ്പോൾ ദർ ഇസ് എ കണക്ഷൻ ദാറ്റ് ഇസ് ബിൽഡിങ്. അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വരുമ്പോഴാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കുക. ടെക്നോളജി ആവട്ടെ, ആർട്സ് ആവട്ടെ, സ്പോർട്സ് ആവട്ടെ, അതിനെപ്പറ്റി ജെനുവിൻ ആയിട്ടുള്ള ഡൗട്ട്സ് ചോദിക്കുക, ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യുക. എപ്പോഴും നിനക്ക് എപ്പോഴും ഫുട്ബോളേ ഉള്ളൂ, നീ പഠിക്കാതിരിക്കുന്ന സമയത്ത് നിനക്ക് ഫുട്ബോളേ ഉള്ളൂ എന്ന് നമ്മൾ പറയുമായിരിക്കും ഫുട്ബോളിനെ പറ്റി. പക്ഷേ ഫുട്ബോൾ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണെങ്കിൽ അതിന്റെ പ്ലേയേഴ്സിനെ പറ്റി ചോദിക്കാം, എങ്ങനെ ഈ ഗെയിമിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അങ്ങനെ ആ ഒരു വിഷയത്തിൽ ഇൻട്രസ്റ്റ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര കൂടുതലാണ്. പിന്നെ നമ്മൾ പറയാണ് മോനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത് അങ്ങോട്ട് മാറ്റി വെച്ചാലോ, പഠിച്ചു കഴിഞ്ഞിട്ട് പോയാലോ എന്ന് പറഞ്ഞാൽ ഹിൽ ബി റെഡി ടു ലിസൺ. അപ്പൊ ഷോ ഇൻട്രസ്റ്റ് ഇൻ ദെയർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. അതിന് അറൗണ്ട് ഒരു കോൺവെർസേഷൻ കൊണ്ടുവരിക. ഇത് ക്യാൻ വി ഡു ഇറ്റ്? യെസ് ഓർ നോ? ഓക്കെ. ആൻഡ് ജെയിംസ്, മെഹറുൻ, അയ്യോ പേര് ഫുള്ള് വായിക്കാൻ പറ്റില്ല, ജവഹിറ, റിസ. ഓക്കെ, അതാണ് ഫസ്റ്റ് നമുക്കുള്ള ആക്ഷൻ സ്റ്റെപ്പ്. സെക്കൻഡ് ആക്ഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ, ഒരു ഡോക്ടർ ഡേവിഡ് ക്രെസ്വെൽ അടങ്ങുന്ന ഒരു, ക്രെസ്വെൽ മാത്രമല്ല കൂടാതെ 5 സൈക്കോളജിസ്റ്റുകളും അടങ്ങുന്ന ഒരു സ്റ്റഡി നടത്തിയിരുന്നു. ഈ സ്റ്റഡി എന്നുള്ളത് ആ സ്റ്റഡി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് ഒരു പെർട്ടിക്കുലർ, അതിലേക്ക് പറയുന്നതിന് മുന്നേ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആൾക്കാരെ, വലിയ ആൾക്കാരെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. എന്നിട്ട് അവർക്ക് 2 ടാസ്ക് കൊടുത്തു. ഒന്നാമത്തെ ഗ്രൂപ്പിന് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അവര് സക്സസ്ഫുൾ ആണ്, അവരിലുണ്ട് എന്ന് തോന്നുന്ന വാല്യൂസ് ഉണ്ടല്ലോ, ആ വാല്യൂസ് എടുത്തിട്ട് അതിനെപ്പറ്റി എഴുതാൻ പറഞ്ഞു. ഹൗ ദേ എക്സൽ ഇൻ ഇറ്റ് എന്ന് എഴുതാൻ പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ അടുത്ത് പറഞ്ഞത് ഇനി ന്യൂട്രൽ ടോപ്പിക്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇപ്പൊ ജനറലി നമ്മൾ പറയില്ല ഓണസ്റ്റിനെ പറ്റി എഴുതുക എന്നുള്ളത് പറയില്ലേ, അതുപോലെ ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ എഴുതാൻ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ആൾ എഴുതുന്നത് അവരുടെ ഒരു വാല്യൂവിനെ പറ്റിയാണ്, ഹൗ ദേ ആർ ഓണസ്റ്റ്, വൈ ദേ ആർ ഓണസ്റ്റ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ കാറ്റഗറിയിലുള്ള ആൾക്കാർ എഴുതുന്നത് ജനറലി അബൌട്ട് എ വാല്യൂ ആണ്. അപ്പൊ ഇതിന് ശേഷം അവരുടെ FMRI എടുത്തപ്പോ ആദ്യത്തെ കാറ്റഗറി ഹു റോട്ട് ഗുഡ് അബൌട്ട് ദംസെൽവ്സ്, അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റി ആണ് പിന്നെ ഇത് ചെയ്തത്, മെഷർ ചെയ്തത്. അവർക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ആ സിറ്റുവേഷൻ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള ബ്രെയിൻ ആക്ടിവിറ്റിയാണ് നോട്ട് ചെയ്തത്. അപ്പോൾ അതിൽ മനസ്സിലായത് ഈ അഫർമേഷൻസ് ഉണ്ടല്ലോ, അതായത് സ്വന്തത്തെ പറ്റി അവർക്കുള്ള ഗുഡ് ക്വാളിറ്റീസ് എഴുതിയ ആ ഗ്രൂപ്പിന്റെ ആൾക്കാർ ദേ ആർ ഏബിൾ ടു ഹാൻഡിൽ ദ സ്ട്രെസ് വെരി വെൽ എന്നുള്ളതാണ് അതിന്റെ ഒരു ഫൈൻഡിങ് ആയിട്ട് വന്നത്. ആൻഡ് മറ്റേ ആൾക്കാർ ദേ വർ ഫൈൻഡിങ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു കോപ്പ് വിത്ത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്. അപ്പൊ ഇതിൽ നിന്ന് അവർ ഡിറൈവ് ചെയ്തെടുത്ത കാര്യം എന്ന് പറയുന്നത് സെൽഫ് അഫർമേഷൻസ്, നമ്മൾ എത്രത്തോളം വേർത്താണ്, നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്, നമ്മളോട് പറയുന്ന നമ്മെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇറ്റ് ഹാസ് എൻ ഇമ്പാക്ട് ഈവൻ ഇൻ ആ ബ്രെയിൻ. അത് നമ്മളിലുള്ള നമ്മളെ സ്ട്രെസ്സസിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിന് അതിനെ വരെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഇമ്പാക്ട് നമ്മളിലുള്ളതാണ് സെൽഫ് അഫർമേഷൻസ് എന്ന് പറയുന്നത്, പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ കുട്ടികളുടെ പോസിറ്റീവ്സ് ഒക്കെ നമ്മൾ ഓപ്പണായി കാണുകയും അവരിലൊരു സെൽഫ് അഫർമേഷൻ കൊണ്ടുവരികയും വേണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കുട്ടികളെ ചിലപ്പോൾ ഓരോ കാര്യത്തിൽ നമ്മൾ മിസ്റ്റേക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വിൽ ബി പോയിന്റിങ് ഔട്ട് മിസ്റ്റേക്സ്, പക്ഷേ അതല്ലാതെ അവരിൽ നിന്നുള്ള പോസിറ്റീവ്സ് നമ്മൾ മെൻഷൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയല്ലാതെ അവരിൽ നിന്ന് അഫർമേഷൻസ് കൊണ്ടുവരിക, സെൽഫ് അഫർമേഷൻ കൊണ്ടുവരിക, ഐ എം ഗുഡ്, ഐ ക്യാൻ എന്നൊക്കെയുള്ള രീതിയിൽ.
അപ്പോൾ ഇത് കോൺഫിഡൻസ് ലെവൽ അവരുടെ കൂട്ടും, അവരുടെ സ്ട്രെസ്സിന്റെ ടോളറൻസ് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യും. ഇത് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതും അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രോംസും ഒക്കെ നമ്മുടെ ആ ഡൗൺലോഡബിളിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടീനെ കൊണ്ടൊന്ന് എഴുതിപ്പിക്കുമ്പോൾ, ഇനി എഴുതുക തന്നെ വേണ്ട, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് കുട്ടിയുടെ ഏജ് അനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്താൽ മതി. അതായത് ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്തത്, ഇന്ന് മോൻ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി, ആ മോൻ്റെ ഇന്നത്തെ ഒരു യുണീക്ക് സ്കിൽ എന്തായിരുന്നു, മോളുടെ ഒരു ഗുഡ് ഫ്രണ്ടിന് മോൾ ഇന്ന് എങ്ങനെയാ ഹെൽപ്പ് ചെയ്തത്, എന്തൊക്കെയാ മോൾ ഒരു ഹാപ്പിനെസ് ഇന്ന് പ്രൊവൈഡ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു ടാലൻസും അവരുടെ കഴിവുകളൊക്കെ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ തന്നെ ആലോചിക്കും. അതുപോലെ ബീങ് ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ഓൾ തിങ്സ്, അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് പ്രോംസ് അത് ഞാൻ PDF-ൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ആ ഒരു കോൺവെർസേഷൻസ് കുട്ടികളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ എഴുതാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അതിനെപ്പറ്റി എഴുതിക്കുക. ഇനി നമ്മൾ അടുത്തത് വേണ്ടത്, നമ്മളൊരു മിസ്റ്റേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യും. പക്ഷെ എന്നാൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് വയസ്സ് കൂടുന്തോറും നമ്മളിൽ കുറഞ്ഞു വരുന്നൊരു കാര്യമാണ്, കുട്ടികളുടെ വയസ്സ് കൂടുമ്പോൾ. അപ്പോൾ എക്സ്പ്രസ് യുവർ ലവ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കുട്ടിയും വഷളായി പോവില്ല നമ്മൾ സ്നേഹം എക്സ്പ്രസ് ചെയ്തത് കൊണ്ട്. അതിനാൽ കെട്ടിപ്പിടിക്കുക, ഉമ്മം കൊടുക്കുക, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു എന്നുള്ളത് പറയുക. അവർക്ക് ആ ഒരു സേഫ് ആൻഡ് സെക്യൂർ റിലേഷൻഷിപ്പ് എന്നുള്ളത് ലെറ്റ് ദം എൻജോയ് ഇറ്റ് മാക്സിമം. അപ്പോഴാണ് നമ്മൾ പറയുന്ന ബാക്കി ബൗണ്ടറീസിലൊക്കെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ടൈം വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ. പക്ഷേ നിങ്ങൾ വിട്ടുപോകരുത്, ഇത് ചെയ്ത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു ദർ വിൽ ബി എ ഗുഡ് ചേഞ്ച് ഇൻ യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ചൈൽഡ്. ഓക്കെ, നമുക്കിത് 3 ഒരു ടാസ്ക് ആയിട്ട് എടുക്കാം. എന്ത് പറയുന്നു? ഓക്കെ, ജവഹിറ, ഷാദിയ, ഹസീന. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷന്റെ എൻഡിലോട്ട് വന്നു. നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഡേറ്റ് അവിടെ നിന്ന് അറിയിക്കും, ക്യൂലൈവിൽ നിന്ന് അറിയിക്കും. അത് ടൈം മാനേജ്മെന്റിലാണ് നിങ്ങൾക്കുള്ള സെഷനാണ്. നിങ്ങൾക്ക് കുട്ടികളെ ആസ് എ പേരന്റ് എങ്ങനെ കുട്ടികളിൽ ടൈം മാനേജ്മെന്റ് സ്കിൽസ് കൊണ്ടുവരാം എന്നുള്ളതാണ് സെഷൻ. അതിൽ ഫസ്റ്റ് നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ കുട്ടികളെ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കാന്നാണ്. ഇപ്പം എല്ലാ കാര്യങ്ങളും പോലെ തന്നെ ഇതും കുട്ടികൾക്ക് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ എപ്പോഴും നമ്മൾ പിറകെ നടന്ന് റിമൈൻഡ് ചെയ്യേണ്ട ഒരു സാധനമായി മാറും. അപ്പോൾ എങ്ങനെ കുട്ടികൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കാം, അതിൻ്റെ ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ്, അതെങ്ങനെ ഓവർകം ചെയ്യാം, എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാം കുട്ടികളിൽ ടൈം മാനേജ്മെന്റ് സ്കിൽസ് കൊണ്ടുവരാൻ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ക്യൂലൈവിൽ നിന്ന് PDF ഷെയർ ചെയ്യും. അതിൽ ഈ പറഞ്ഞ ആക്ഷൻ സ്റ്റെപ്സിന്റെ റെഫറൻസ് ഉണ്ടായിരിക്കും, സെൽഫ് അഫർമേഷൻസ് എങ്ങനെ കൊണ്ടുവരാം എന്നുണ്ടായിരിക്കും. അപ്പോൾ അതും മക്കളുമായി ചെയ്യാം. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, അതോ നമുക്ക് എൻഡ് ചെയ്യാമോ? ഇന്നത്തെ സെഷനിൽ നിന്നുള്ള ഒരു ടേക്ക് അവേ അതെന്താണെങ്കിലും ആ ഒരു ടേക്ക് അവേ ഇപ്പം നിങ്ങൾക്ക് പേരൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പോയിന്റ്സ് റിമൈൻഡഡ് ആവും. സെഷൻ അറ്റൻഡ് ചെയ്യാത്തവർക്കും അതൊരു ലേണിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടേക്ക് അവേ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഷെയർ ചെയ്യുക. ഇന്നത്തെ സെഷൻ്റെ ഫീഡ്ബാക്ക് ശ്രുതി ഇപ്പോഴാണോ ഇടുന്നത് അതോ? ഫീഡ്ബാക്ക് സെഷൻ നമുക്ക് അവർക്ക് ഷെയർ ചെയ്യാം, ഈ ആക്ടിവിറ്റിയും ബാക്കി കാര്യങ്ങളെല്ലാം. ഓക്കെ ഓക്കെ, ഓക്കെ, താങ്ക് യു. ആർക്കും ഒരു അഭിപ്രായം പറയാനില്ല. ഞാൻ അഭിപ്രായം പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്താണ് സെഷനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? ആരെങ്കിലും ഒരാളൊന്ന് പറയോ? ഒരാള്? ആരും പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഹലോ, പറയൂ. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ പിന്നെ എന്റെ മോള് മാം പറഞ്ഞതില് ഒരു കാര്യം ഞാൻ എന്റെ മോളോട് പറയലുണ്ട്. പക്ഷെ അത് എങ്ങനത്തെ സിറ്റുവേഷനാന്ന് വിചാരിച്ചാ അവൾ ഓരോ സാധനങ്ങൾ കാണില്ല.
എക്സാമ്പിൾ പെൻസിൽ കാണില്ല. അപ്പൊ അവള് അത് പരതാതെ എവിടെയാ വെച്ചത് നോക്കാതെ കരയും. അപ്പൊ ഞാൻ പറയലുണ്ട്, അവിടെ ഇരുന്ന് കരഞ്ഞാൽ പെൻസിൽ വരില്ല, അത് നമ്മൾ നോക്കണം. കരയുന്നുണ്ടെങ്കിൽ നീ അവിടെ ഇരുന്ന് കരഞ്ഞോ, എന്തായാലും പെൻസിൽ വരില്ല. നമ്മളത് പരതിയാലും മാത്രമേ അത് നമുക്ക് കയ്യിൽ കിട്ടൂ. അത് മാത്രാണ് എന്റെ മോളോട് പറയുന്നത്. അപ്പൊ അത് നല്ലതാണോ? എന്താ തോന്നണേ? എനിക്ക് തോന്നുന്നത് നല്ലതെന്നാ. എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ അതുകൊണ്ട് അവള് കരയലില്ല. കാണാത്ത സാധനം കരയാതെ പരതി എടുക്കും. മാക്സിമം എന്നോട് പറയാതെ തന്നെ അവളത് പരതി എടുക്കാൻ നോക്കലുണ്ട്. പിന്നെ കിട്ടിയില്ലെങ്കിൽ മാത്രം ചെറിയൊരു ഇതില് വരും. അപ്പൊ ഞാൻ പറയൂ, അവിടെ ഇരുന്ന് കരഞ്ഞോ, അത് വരൂന്ന് പറയും. രശ്മി അല്ലേ? ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കുട്ടികൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു പെൻസിൽ കാണാത്തതിനാണ് അവൾ കരയുന്നത് എന്നായിരിക്കും നമുക്ക് മനസ്സിലോട്ട് വരിക. പക്ഷെ അത് അവരെ സംബന്ധിച്ചൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായത് കൊണ്ടാണ് അവർക്ക് സങ്കടം വരുന്നതും അവർ കരയുന്നതും. അപ്പൊ അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു സങ്കടം നമ്മളോട് കാണിക്കരുത് എന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്ത് മീൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവർക്ക് ഇതുപോലെ മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സങ്കടങ്ങൾ വരുമല്ലോ. അപ്പൊ ആ സങ്കടങ്ങളും ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കുറയും. ഇതൊരു നെഗറ്റീവ്. പിന്നെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ഓക്കെ, രശ്മിയുടെ ഒരു അബദ്ധം പറ്റി കിച്ചണിൽ. രശ്മി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പൊട്ടുന്നൊരു നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. അത് കയ്യിൽ നിന്ന് വീണ് പൊട്ടി. അപ്പൊ സങ്കടം വന്നു, ഇരുന്ന് കരഞ്ഞു. അപ്പോ രശ്മി എന്താ ആഗ്രഹിക്കണേ? ഇപ്പൊ കൂടുതൽ ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ രശ്മിയുടെ മദർ ആണെങ്കിലും വന്നിട്ട് നീ ഇരുന്ന് കരഞ്ഞോ, ഈ പൊട്ടിയ സാധനം തിരിച്ചു കിട്ടുമോ എന്ന് പറയുന്നതാണോ ആഗ്രഹിക്കുന്നത്? അതെ, അപ്പോഴല്ലേ നമുക്ക് അവരോട് കൂടുതൽ സ്നേഹം തോന്നുക. ഇല്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക? ഇല്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് മനസ്സിൽ തോന്നുക? എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല, എന്ത് വന്നാലും നമ്മളെ എന്തായാലും ഉപദേശിക്കാനായിട്ട് വന്നിരിക്കുന്നു, എന്റെ ഈ ഒരു കാര്യം അവർക്ക് ഒട്ടും ഇമ്പോർട്ടന്റ് അല്ല എന്നൊക്കെ നമുക്ക് തോന്നുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടാവും അല്ലെ? ഭർത്താവിന്റെ അടുത്താണെങ്കിലും ഭാര്യന്റെ അടുത്താണെങ്കിലും ഒക്കെ. അപ്പൊ നമ്മളൊരു കോമൺ റൂളായിട്ട് എടുക്കേണ്ടത്, കുട്ടികൾ ഒരു ഇമോഷൻ ഗോ ത്രൂ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ അന്നേരം അവരെ ഉപദേശിക്കാതിരിക്കുക. രശ്മിക്ക് ഇപ്പൊ ഗ്ലാസ് വീണ് പൊട്ടിയപ്പോ രശ്മിക്ക് അറിയാം അത് തിരിച്ചു കിട്ടാൻ പോവാത്തൊരു ഗ്ലാസ് ആണെന്നുള്ളത്. പക്ഷെ സ്റ്റിൽ യു വിൽ ഫീൽ ലൈക്ക് ക്രൈയിങ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇന്ന് സെഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി വെച്ചിരിക്കുന്ന ഒരു മെക്കാനിസം ആണത്. അപ്പൊ ആ സമയത്ത് അയ്യോ പെൻസിൽ പോയോ, മോളെ എവിടെയാ വെച്ചാന്ന് അറിയില്ലല്ലേ, സങ്കടായോ എന്ന് പറഞ്ഞ് ജസ്റ്റ് കംഫർട്ട് ചെയ്യുക. കരച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുമിച്ച് തപ്പിയാലോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിനുള്ള സമയം ഇല്ലെങ്കിൽ, അമ്മയ്ക്ക് ഇപ്പൊ സമയമില്ല കേട്ടോ, മോൾ ഒന്ന് തപ്പാപ്പോ എവിടെയാ ലാസ്റ്റ് ഇരുന്നോന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് തപ്പിയേ എന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മറ്റത് നമ്മൾ അവരുടെ ഇമോഷനെ നേരത്തെ പറഞ്ഞ പോലെ പക്ക സ്റ്റോപ്പ് ഇട്ടിട്ടാണ് അവരെ കൊണ്ടൊരു മെച്യൂരിറ്റിയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ കരയാനുള്ള സ്പേസ് നമ്മൾ കൊടുത്തു, നമ്മൾ സപ്പോർട്ട് ചെയ്തു, എന്നിട്ട് അവരെ ഗൈഡ് ചെയ്യുമ്പോൾ സ്ലോലി അവരിനി അടുത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും അതിന് മെച്ചുവേർഡായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ, ആ ഇമോഷനെ ഹാൻഡിൽ ചെയ്യാൻ അവർ പഠിക്കും. കാര്യം അവരാ കരഞ്ഞ് ഉള്ളിൽ നിന്ന് ഹീൽഡ് ആയിട്ടാണ് അവർ പുറത്തു വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ആ ഇമോഷൻസിനുള്ള സ്പേസ് റിപ്പീറ്റഡ്ലി കൊടുത്തു കഴിഞ്ഞാൽ രശ്മിക്ക് മനസ്സിലാവും പതുക്കെ അവര് ദേ ആർ ഔട്ട് ഗ്രോയിങ് ദാറ്റ് എന്നുള്ളത്. They are able to handle the situation better. Thank you, ma'am. മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, വേറൊന്നുമില്ല. Any more doubts? അപ്പൊ ഇല്ല അല്ലേ? സോ ഈ സെഷൻ ഒരു ഫാബുലസ് സെഷൻ ആയിരുന്നു അല്ലെ? നമ്മൾ ആസ് എ പാരന്റ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും എന്താണ് നമുക്കതൊന്നും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടല്ല നമുക്കറിയാം അല്ലെ? അവിടെ ഇവിടെ എന്തൊക്കെയോ ചെയ്യണു, ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യണത്.
പക്ഷെ അതെല്ലാം കൂടി ഒരു 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 എന്താ പറയാ ഒരു ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ അതെന്താണ് അതൊന്നും കൂടെ വ്യക്തമായി നമുക്ക്, അല്ലെ? ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അല്ലേ എന്നുള്ള ആ ഒരു അവയർനെസ് നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു കാര്യങ്ങൾ മാം പറഞ്ഞ മാതിരി തന്നെ നമുക്കതൊക്കെ കറക്റ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് മാം പറഞ്ഞത് മാതിരി കൺസിസ്റ്റൻസി എന്നുള്ളത് ഒരു വലിയൊരു ഇതാണ്. 2 ദിവസം കഴിഞ്ഞ് പിന്നെ 3-ാമത്തെ ദിവസം വീണ്ടും പഴയ മാതിരി ആയി കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റ് കിട്ടില്ല എന്നുള്ളത് മാം പറഞ്ഞു. അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ എന്തായാലും താങ്ക് യു വെരി മച്ച് മാം, താങ്ക് യു വെരി മച്ച്. ഇറ്റ് വാസ് എ ഫാബുലസ് സെഷൻ. നമിത പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്, കൺസിസ്റ്റൻസി. അപ്പോൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വളരെ ചെറിയ ആക്ഷൻ സ്റ്റെപ്പ് ചൂസ് ചെയ്തിരിക്കുന്നത്, അധികം സമയം വേണ്ടി വരാത്ത ആക്ഷൻ സ്റ്റെപ്പ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ എല്ലാവരും ചെയ്യുക, നമിതേനെയോ ഗ്രൂപ്പിനെ എല്ലാം അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാതെ നമ്മള് ലിങ്കിൽ കയറിയിട്ടുണ്ട് വെച്ചെങ്കിൽ ചാറ്റ് ബോക്സിൽ രജിസ്റ്റർ ഫോം ഇട്ട് തരാം, അതൊന്ന് ഫില്ല് ചെയ്യണം. പിന്നെ അതെന്തിനാ ഫില്ല് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മളുടെ ആക്ടിവിറ്റി കാര്യങ്ങൾ PDF ഒക്കെ ഷെയർ ചെയ്യണം വെച്ചെങ്കിൽ ആ ഒരു നമ്പറിലൂടെയാണ് നമ്മൾ ആ പർട്ടിക്കുലർ സംഭവങ്ങൾ സെൻഡ് ചെയ്ത് തരാം. സോ പിന്നെ ഫോളോ അപ്പും കാര്യങ്ങളും നെക്സ്റ്റ് സെഷൻ എപ്പോഴാണ് എന്നാണ് എന്നുള്ളതിന്റെ ഒക്കെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും തരണം വെച്ചെങ്കിൽ എന്താണ് ആ ഫോമിൽ നിന്ന് ഉള്ള നമ്പേഴ്സ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുക, അതിലേക്കാണ് നമ്മൾ സെൻഡ് ചെയ്യുക. അപ്പോ പ്ലീസ് ഞാനത് ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്, സോ പ്ലീസ് ഫിൽ ദ ഫോം. പിന്നെ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഫീഡ്ബാക്ക് ഫോമും ആക്ടിവിറ്റീസും ഒക്കെ സെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കിതില് ടോട്ടൽ 10 സെഷൻസ് ആണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 10 സെഷനിൽ നമ്മൾ അറൌണ്ട് 7 ക്ലാസ്സസ്, അതായത് 7 സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ വി വിൽ പ്രൊവൈഡിങ് യു വിത്ത് എ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിങ്കിന്റെ ക്യൂ ലൈവിന്റെയും സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ. അപ്പൊ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ എല്ലാ സെഷനും ഞാൻ 7 എന്നല്ല പറയാ, ഞാൻ 10 സെഷൻസും അറ്റൻഡ് ചെയ്യണം എന്നാണ് എല്ലാവരോടും പറയാ. ബിക്കോസ് ഇങ്ങനെ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ദൂരീകരിക്കാനും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എപ്പോഴും കിട്ടില്ല. സോ മാക്സിമം ഈ ഒരു പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു മാം, താങ്ക് യു എവറിബഡി, താങ്ക് യു വെരി മച്ച്.